ഇരുവരും പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകമാണ് ചർച്ചയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അൻഷ സന്തോഷ്. ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്തുന്നത് ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകമാണ്. ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിന്റെ മലയാളമാണ് ഇപ്പോൾ ഞാൻ വായിച്ചിരിക്കുന്നത്. ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത് തൃശ്ശൂർക്കാരിയായ രമ മേനോനാണ്. സ്വപ്നം കാണാനും സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി നേടിയെടുക്കാനും നമ്മെ പഠിപ്പിക്കുന്ന അമൂല്യ ഗ്രന്ഥം. When you want something, all the universe conspires in helping you to achieve it. നിങ്ങൾക്ക് എന്തെങ്കിലും തീവ്രമായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലമാക്കാനായി ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നാണ് ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്. 3 പതിറ്റാണ്ടുകളായി ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകമാണ് ദ ആൽക്കമിസ്റ്റ്. 67 ഭാഷകളിലായി 6.5 കോടി കോപ്പികൾ വിറ്റഴിഞ്ഞ ഈ പുസ്തകം ഒരു നോവൽ എന്നതിലുപരി ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം പോലെ തന്നെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, ഭയങ്കര പ്രചോദനം നൽകുന്നതാണ് പൗലോ കൊയ്ലോയുടെ ജീവിതവും. 1947 ഓഗസ്റ്റ് 24 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ പൗലോ കൊയ്ലോ ജനിക്കുന്നത്. വിദ്യാഭ്യാസ സമയത്ത് തന്നെ ഷേക്സ്പിയറും ഷെല്ലിയും ഒക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരായിരുന്നു. അവരെ പോലെ തന്നെ തനിക്കും ഒരു എഴുത്തുകാരനാകണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെയും ആഗ്രഹം. എന്നാൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഈ ആഗ്രഹത്തെ എതിർക്കുകയാണ്. ഒരു എഴുത്തുകാരൻ എന്ന പേരിൽ ബ്രസീലിൽ ജീവിക്കാനുള്ള വക ലഭിക്കുകയില്ല എന്നതായിരുന്നു അവരുടെ വാദം. തന്നെ പോലെ തന്നെ തന്റെ മകൻ ഒരു എഞ്ചിനീയർ ആകണമെന്ന് പൗലോ കൊയ്ലോയുടെ പിതാവും ആഗ്രഹിച്ചിരുന്നു. എതിർപ്പുകൾ കൂടുന്തോറും തന്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരനാകണം എന്ന ആഗ്രഹവും കൂടി വന്നു. 17-ാം വയസ്സിൽ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കപ്പെട്ടവൻ, മയക്കുമരുന്നിന് അടിമപ്പെട്ട് ലോ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ടവൻ. എങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു എഴുത്തുകാരനാകണം എന്നത്. ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഒരു വിശ്വാസമാണ്. എന്തെങ്കിലും അതിയൊരു ആഗ്രഹം, ശക്തമായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം. 1988 ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ദ ആൽക്കമിസ്റ്റ് പൗലോ കൊയ്ലോ എന്ന വ്യക്തിയെ ലോക പ്രശസ്തനാക്കുന്നു. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത പുസ്തകങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ഗ്രന്ഥകൻ എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡിനുടമയാണ് പൗലോ കൊയ്ലോ. ദ ആൽക്കമിസ്റ്റ് അഥവാ യാത്രയുടെ പുസ്തകം. സാന്റിയാഗോ എന്ന ഇടയ ബാലൻ ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായി ഒരു യാത്ര പുറപ്പെടുകയും ചെയ്യുന്നു. താൻ സ്വപ്നത്തിൽ ദർശിച്ച നിധി തേടി സ്പെയിനിൽ നിന്ന് ഈജിപ്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് സാന്റിയാഗോ. യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ വ്യത്യസ്തരായ വ്യക്തികളിൽ നിന്ന് ലഭിക്കുന്ന ജീവിത അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ സാന്റിയാഗോയുടെ ജീവിതത്തിന് പുതിയ ജീവിത വീക്ഷണങ്ങളും അറിവുകളും സമ്മാനിക്കുന്നു. ഈ യാത്രയുടെ കഥയാണ് ദ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകം. സ്പെയിനിലെ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞൊരു പള്ളിയിൽ ഒരു പുസ്തകത്തിൽ തല ചാച്ചുറങ്ങവെയാണ് ആൽക്കമിസ്റ്റ് ആ സ്വപ്നം കാണുന്നത്. ഒരു പെൺകുട്ടി തന്റെ ആട്ടിൻ പച്ചങ്ങളോടൊപ്പം കളിക്കുന്നു. അവൾ തന്റെ കൈയും പിടിച്ച് ഈജിപ്തിന്റെ പിരമിഡുകളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിധി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ നിധി എവിടെയാണ് ഇരിക്കുന്നത് എന്ന് കാണുന്നതിന് തൊട്ടു മുൻപും 2 പ്രാവശ്യവും തന്റെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണരുകയാണ് സാന്റിയാഗോ. സാന്റിയാഗോ എന്ന വ്യക്തിയെ ഒരു പുരോഹിതനാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ ആഗ്രഹം. എന്നാൽ ലോകം ചുറ്റിക്കാണാൻ ആഗ്രഹിച്ചിരുന്ന സാന്റിയാഗോ തന്റെ സെമിനാരിയിലെ പഠനം നിർത്തി ഒരു ആട്ടിടയനായി മാറുകയാണ്. താൻ കണ്ട സ്വപ്നം വിശകലനം ചെയ്യാനായി സാന്റിയാഗോ ഒരു വൃദ്ധയെ സമീപിക്കുന്നു. എന്നാൽ വൃദ്ധയിൽ നിന്നും തൃപ്തികരമായ ഉത്തരം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. പക്ഷെ വൃദ്ധ കൂട്ടിച്ചേർക്കുകയാണ്, നിനക്ക് നിധി ലഭിക്കുകയാണെങ്കിൽ അതിൽ 10% ഇപ്പോഴത്തെ പ്രതിഫലമായി നൽകണമെന്ന്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സാന്റിയാഗോ ഒരു വൃദ്ധനെ പരിചയപ്പെടുന്നു. വൃദ്ധനുമായുള്ള സംഭാഷണത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ആ വൃദ്ധൻ സലോമിലെ രാജാവായ മെൽഷിഡോക്ക് ആണെന്നും അദ്ദേഹത്തിന് നിധി എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാമെന്നും. നിധി എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് പ്രതിഫലമായി സാന്റിയാഗോയുടെ ആടുകളിലെ 10% അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. ഒരു ആട്ടിടയനായ തന്നോട് ഒരു രാജാവ് സംസാരിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ സാന്റിയാഗോ കണ്ടിരുന്നില്ല. എന്നാലും നിധി എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാനുള്ള ആഗ്രഹത്തിന് പുറത്ത്
അദ്ദേഹം പിറ്റേ ദിവസം തന്റെ ആടുകളിൽ നിന്ന് 60 ആടുകളിൽ നിന്ന് 6 ആടുകളെ, അതായത് 10 ഭാഗം ആ വൃദ്ധനെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചുകൊണ്ട് സാന്റിയാഗോ ചോദിക്കുകയാണ്, എവിടെയാണ് ആ നിധി ഇരിക്കുന്നത്? ആ വൃദ്ധൻ മറുപടി കൊടുക്കുകയാണ്, നിധി ഇരിക്കുന്നത് ഈജിപ്തിനടുത്തുള്ള പിരമിഡുകളുടെ അടുത്താണെന്ന്. ഈ ഉത്തരം കേട്ട് തീർച്ചയായും സാന്റിയാഗോയ്ക്ക് നിരാശയാണ് തോന്നിയത്. കാരണം തനിക്ക് അറിയാവുന്ന ഒരു ഉത്തരത്തിന് വേണ്ടി തന്റെ 6 ആടുകളെ അദ്ദേഹം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് ആ വൃദ്ധൻ സാന്റിയാഗോയ്ക്ക് 2 കല്ലുകൾ നൽകുകയാണ്. ഒന്ന് യുറീമും മറ്റേത് തുമീമും. കറുത്ത കല്ല് അതെ എന്നും വെളുത്ത കല്ല് അല്ല എന്നുമാണെന്നും പറയുന്നു. യാത്രക്കിടയിൽ ഏതെങ്കിലും നിമിത്തങ്ങളോ തനിക്ക് മനസ്സിലാവാതെ വരികയാണെങ്കിൽ ഈ കല്ലുകളോട് സഹായം അഭ്യർത്ഥിക്കാനും ആവശ്യപ്പെടുന്നു. ഒരു ഭാഗത്ത് തന്റെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീർന്ന ഒരു കൂട്ടം ആട്ടിൻപറ്റം, മറുഭാഗത്ത് തന്നെ പിന്നെയും പിന്നെയും വലിച്ചുകൊണ്ടിരിക്കുന്ന ഈജിപ്തിലെ നിധി എന്ന സ്വപ്നം. ഒരാൾ എന്തെങ്കിലും നേടാൻ വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം സഫലമാക്കാനായി ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും എന്ന ആ വൃദ്ധന്റെ വാക്കുകളെ സാന്റിയാഗോ വിശ്വസിക്കുകയാണ്. തന്റെ ആട്ടിൻപറ്റങ്ങളെ എല്ലാം വിറ്റ് നിധി തേടി യാത്ര അദ്ദേഹം പുറപ്പെടുന്നു. എന്നാൽ യാത്രയുടെ തുടക്കത്തിൽ തന്നെ സാന്റിയാഗോ വഞ്ചിക്കപ്പെടുകയാണ്. ആ ആടുകളെ വിറ്റ് കിട്ടിയ പൈസയെല്ലാം തന്നെ സഹായിക്കാൻ എന്ന വ്യാജേന ഒരു വ്യക്തി തട്ടിയെടുക്കുന്നു. എന്നാലും സാന്റിയാഗോ പ്രതീക്ഷ കൈവിടുന്നില്ല. അദ്ദേഹം ഒരു സ്ഫടിക പാത്രക്കടയിൽ സഹായിയായി നിൽക്കുകയാണ്. കച്ചവടം തീരെ കുറവായിരുന്ന ആ കടയിൽ സാന്റിയാഗോ എന്ന വ്യക്തിയുടെ പുതിയ രീതികൾ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. സാന്റിയാഗോയുടെ മനസ്സിൽ ഒരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എല്ലാം തിരിച്ചു സമ്പാദിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോകണം എന്നത്. ഈ സ്ഫടിക പാത്ര കടയിലെ ഉടമസ്ഥന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മക്കയിൽ പോകണം എന്നതാണ്. എന്നാൽ നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും അത് വെറും ഒരു ജീവിതം മുന്നോട്ട് നീക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. വെറും ഒരു ആഗ്രഹം മാത്രമായാണ് ആ കച്ചവടക്കാരൻ മക്കയിലേക്ക് പോകണം എന്നത് കാണുന്നത്. സാന്റിയാഗോ ആഫ്രിക്ക ഭൂഖണ്ഡത്തിൽ എത്തിയിട്ട് കൃത്യം 11 മാസവും 9 ദിവസവും തികയുന്നു. ഇതിനിടെ തന്നെ 120 ആടുകളെ മേടിക്കാനുള്ള പൈസയും അതോടൊപ്പം തന്നെ സ്വന്തം സ്വദേശത്തേക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റും ആഫ്രിക്കയിൽ നിന്ന് എന്ത് വേണമെങ്കിലും ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി പത്രവും നേടിക്കഴിഞ്ഞു. ഇപ്പോഴും സാന്റിയാഗോയുടെ മുൻപിൽ 2 വഴികളാണുള്ളത്. ഒന്ന്, താൻ നേടിയ പണം ഉപയോഗിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ താൻ യാത്ര തുടർന്ന് നിധി തേടി അന്വേഷിക്കുന്ന ആ യാത്ര വീണ്ടും പുനർ ആരംഭിക്കാം. അദ്ദേഹം ഈ പ്രാവശ്യവും നിധി തേടി തന്നെ പോവാൻ തീരുമാനിക്കുകയാണ്. ഈ യാത്രയിൽ മരുഭൂമിയിൽ വെച്ച് ഒരു ഇംഗ്ലീഷുകാരനെ സാന്റിയാഗോ പരിചയപ്പെടുന്നു. ഏതോ പുസ്തകത്തിൽ വായിച്ച അറിവിന്റെ വെളിച്ചത്തിൽ ആൽക്കമിസ്റ്റിനെ കാണുകയായിരുന്നു ആ ഇംഗ്ലീഷുകാരന്റെ യാത്രയുടെ ലക്ഷ്യം. അദ്ദേഹം അന്വേഷിച്ചിരുന്ന ആൽക്കമിസ്റ്റിന് 200 വയസ്സ് പ്രായമുണ്ടെന്നും ആയുസ്സും ആരോഗ്യവും നിലനിർത്താനുള്ള ഔഷധം നിർമ്മിക്കാനും ഏത് ലോഹത്തെയും സ്വർണമാക്കി മാറ്റാനും കഴിയുമെന്നും പറയുന്നു. ഇംഗ്ലീഷുകാരിൽ നിന്ന് ഈ വിവരങ്ങളൊക്കെ സാന്റിയാഗോയ്ക്ക് ലഭിക്കുകയാണ്. അങ്ങനെ അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സംഘത്തിനൊപ്പം ചേർന്ന് അവരെ യാത്ര തുടരുകയാണ്. യാത്രയുടെ ഇടയിൽ വെച്ചാണ് അവർ തിരിച്ചറിയുന്നത് അവിടെ മരുഭൂമിയിൽ വെച്ച് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുകയാണെന്നും ഇനി യാത്ര ഈ യുദ്ധത്തിന് ശേഷം മാത്രമേ പോവാൻ പറ്റുകയുള്ളൂ. അവിടെ മരുഭൂമിയിൽ ഒരു മരുപ്പച്ചയിൽ അവർ യാത്ര നിർത്തിവെക്കുന്നു. അവിടത്തെ ഒരു ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി സാന്റിയാഗോ പ്രണയത്തിലാവുകയാണ്. ഇതിനിടയിൽ സാന്റിയാഗോയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് 2 കഴുകന്മാർ ആ മരുപ്പച്ചയുടെ മേലെ ചുറ്റും വട്ടമിട്ട് പറക്കുന്നത്. പെട്ടെന്ന് തന്നെ അതിലൊരു കഴുകൻ മറ്റൊരു കഴുകനെ ആക്രമിക്കുന്നത് കാണാനിടയായി. ഇതിനോടകം തന്നെ പ്രകൃതിയുടെ ഭാഷ മനസ്സിലാക്കിയ സാന്റിയാഗോ അവിടുത്തെ തലവനെ വിവരം അറിയിക്കുകയാണ് മരുപ്പച്ച ആക്രമണത്തിന് ഇരയാവാൻ സാധ്യതയുണ്ടെന്ന്. എന്നാൽ തലവൻ തിരിച്ചു മറുപടി പറയുകയാണ്, മരുഭൂമിയുടെ നിയമം അനുസരിച്ച് ആർക്കും മരുപ്പച്ച ആക്രമിക്കാനുള്ള അവസരമില്ല, അത് നിയമലംഘനമാണെന്ന്. എന്നാലും ഒരു പുറത്തു നിന്ന് വന്ന ഒരു വ്യക്തി, ഒരു അറിവുമില്ലാതെ അല്ലെങ്കിൽ അവരുമായി യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തി മരുപ്പച്ച ആക്രമണത്തിന് ഇരയാക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഇവർ ഒരു തയ്യാറെടുപ്പ് നടക്കുകയാണ്. അന്ന് രാത്രി സ്വന്തം ആയുധങ്ങളൊക്കെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ തലവൻ എല്ലാവരോടും ആവശ്യപ്പെടുന്നു. ഇവർ പ്രതീക്ഷിച്ച പോലെ തന്നെ കറുത്ത വസ്ത്രം ധരിച്ച കുതിരപ്പുറത്തെത്തിയ ആൾക്കാർ ആ മരുപ്പച്ച ആക്രമിക്കുകയാണ്.
പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട്, ഒരു ആക്രമണം പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ഈ സൈന്യം, മരുപ്പച്ചയിലെ സൈന്യം അവരെ കീഴ്പ്പെടുത്തുന്നു. താങ്കളെ സഹായിച്ച അല്ലെങ്കിൽ താങ്കൾക്ക് മുന്നറിയിപ്പ് നൽകിയ സാന്റിയാഗോയ്ക്ക് ഇവർ പാരിതോഷികം നൽകുകയാണ്. ആൽക്കമിസ്റ്റും തന്നെ അന്വേഷിച്ചു വന്ന വ്യക്തിയെ അന്വേഷിക്കുകയായിരുന്നു. തനിക്ക് സഹായത്തിനർഹൻ, താൻ സഹായിക്കാൻ അർഹൻ സാന്റിയാഗോ ആണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. തിരിച്ചറിഞ്ഞ് സാന്റിയാഗോവിനെ സഹായിക്കാനും തയ്യാറാകുന്നു. പിരമിഡ് അന്വേഷിച്ചുള്ള യാത്രയിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും അവർ നേരിട്ടു. ഇതിനിടയിൽ തന്നെ അവർ പിരമിഡ് തേടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്, ഇരുവരും ഒന്നിച്ച്. ഇതിനോടകം മരുഭൂമിയിലെ പരീക്ഷണങ്ങൾക്ക് വിധേയനാകുന്ന സാന്റിയാഗോവിനെ നമുക്ക് കാണാൻ സാധിക്കും. മരുഭൂമിയിലെ മണൽ തരികളോടും കാറ്റിനോടും സൂര്യനോടുമെല്ലാം അവരുടെ ഭാഷയിൽ സഹായ അഭ്യർത്ഥന നടത്തുന്ന സാന്റിയാഗോ എന്ന ഇടയനെയും നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. അതിസങ്കീർണമായ ദുരിതങ്ങൾ താണ്ടി പിരമിഡ് തേടി അവർ യാത്ര തുടരുകയാണ്. പിരമിഡിന്റെ അടുത്തെത്താൻ നേരം ആൽക്കമിസ്റ്റ് സാന്റിയാഗോയോട് വിട പറയുകയാണ്. ഇനി തനിച്ചു പോകാനും ആവശ്യപ്പെടുന്നു. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് സഞ്ചരിച്ച് സാന്റിയാഗോ തന്റെ നിധി എന്ന സ്വപ്നത്തിന്റെ അടുത്തെത്തുകയാണ്, പിരമിഡിന്റെ അടുത്തെത്തുകയാണ്. പിരമിഡ് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. ആ കണ്ണുനീർ വീണ സ്ഥലത്ത് 2 വണ്ടുകൾ നുഴഞ്ഞു കയറുന്നതായും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പക്ഷേ ഇവിടെ ആയിരിക്കാം ആ നിധി സ്ഥിതി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അവിടെ കുഴിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഒരു രാത്രി മുഴുവൻ കുഴിച്ചിട്ടു അദ്ദേഹത്തിന് നിധി ഒന്നും ലഭിക്കുന്നില്ല. അന്നേരമാണ് യുദ്ധരംഗത്ത് നിന്ന് വന്ന 2 അഭയാർത്ഥികൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. അവർ സാന്റിയാഗോയുടെ അരികിലെത്തി അവനെ മർദ്ദിക്കുകയും അവന്റെ പക്കലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തട്ടിയെടുക്കുകയും ചെയ്യുന്നു. ഒരു സ്വപ്നത്തിന്റെ പുറത്താണ് സ്പെയിനിൽ നിന്ന് ഈജിപ്ത് വരെ ഈ സാന്റിയാഗോ എന്ന ആട്ടിടയൻ വന്നതെന്നറിഞ്ഞ് അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. പോകുന്നതിന് മുൻപ് അവരിൽ ഒരാൾ സാന്റിയാഗോയുടെ ചെവിയിൽ വന്ന് പറയുകയാണ്, നീ ചാവില്ല, രക്ഷപ്പെടും. പക്ഷെ ഇത്രമാത്രം ബുദ്ധിമോശം കാണിക്കരുത്. 2 കൊല്ലം മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് ഞാനും ഒരു സ്വപ്നം 2 പ്രാവശ്യം കണ്ടിരുന്നു. കടൽ കടന്ന് സ്പെയിനിലെത്തിയാൽ പഴയ പള്ളിയുടെ സൈക്കമോർ മരത്തിനടിയിൽ നിധിയുണ്ട്. പക്ഷെ ഈ കടൽ കടന്ന് ആ നിധി എടുക്കാനായി നിന്നെ പോലെ ഒരു വിഡ്ഢിയല്ല ഞാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ അഭയാർത്ഥികളിൽ ഒരാൾ നടന്നകലുകയാണ്. സാന്റിയാഗോ പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു. അവന്റെ മനസ്സിൽ വല്ലാത്ത ആഹ്ലാദമാണ് ഉണ്ടായത്. താൻ അന്വേഷിച്ചിരുന്ന നിധി എവിടെയാണ് എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. താൻ യാത്ര ആരംഭിച്ച അതേ സ്ഥലത്ത്. അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക്, സ്പെയിനിലേക്ക് തിരിച്ചുപോയി ആ പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിയിൽ നിന്ന്, സെക്കമോർ മരത്തിനടിയിൽ നിന്ന് നിധി കണ്ടെടുക്കുകയാണ്. ഒരു മരപ്പെട്ടിയിൽ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. അതത്രയും സ്പെയിനിലെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. നിരവധി അമൂല്യ രത്നങ്ങൾ, വിലപിടിപ്പുള്ള ഒരുപാട് കല്ലുകൾ, പ്രതിമകൾ, അങ്ങനെയൊക്കെ. അവന്റെ ഒപ്പം അവൻ അന്ന് ആ രാജാവ് കൊടുത്തിരുന്ന യുറീമും തുമീമും അവയോടൊപ്പം വെക്കുകയാണ്. അവയും താൻ കണ്ടെത്തിയ നിധിയിൽ പെടുന്ന നിധിയുടെ ഭാഗമാണല്ലോ. ആ സമയം മരുഭൂമിയിൽ നിന്ന് ഒരു ഇളം കാറ്റടിക്കുകയാണ്. വളരെ പരിചിതമായുള്ള ഒരു ഗന്ധം. അവന്റെ ചുണ്ടുകളിൽ പതുക്കെ പുഞ്ചിരി വിടരുന്നു. അവൻ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഫാത്തിമ, ദാ ഞാൻ വരികയായി. ഇങ്ങനെയാണ് ദ ആൽക്കമിസ്റ്റ് എന്ന നോവൽ അവസാനിക്കുന്നത്. ദ ആൽക്കമിസ്റ്റ് എന്ന നോവൽ ജീവിതത്തിൽ നൽകുന്ന ചില ജീവിത പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ലൈഫ് ലെസൺ എന്ന് പറയുന്നത് ഡു വാട്ട് മേക്സ് യു ഹാപ്പി. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് അത് ചെയ്യാനായി പരിശ്രമിക്കുക. ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ദ ആൽക്കമിസ്റ്റ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമായ സാന്റിയാഗോ എന്ന ആട്ടിടയനെ, സാന്റിയാഗോ എന്ന വ്യക്തിയെ തന്റെ പിതാവിന് പുരോഹിതനാക്കാനായിരുന്നു ആഗ്രഹം. എന്നാൽ ലോകം ചുറ്റിക്കാണ്, അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന, യാത്രകളെ സ്നേഹിച്ചിരുന്ന സാന്റിയാഗോ തന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അങ്ങനെയാണ് ഒരു ആട്ടിടയനായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഇഷ്ടങ്ങൾ പിന്തുടരാനായി എല്ലാവരും പരിശ്രമിക്കുക. ഡു വാട്ട് മേക്സ് യു ഹാപ്പി. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് അത് ചെയ്യാനായി പരിശ്രമിക്കുക. രണ്ടാമത്തെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ നൽകുന്ന പാഠം എന്ന് പറയുന്നത് ഡ്രീം ബിഗ്. നമ്മൾ എല്ലാവരും സ്വപ്നങ്ങൾ കാണുന്നവരാണ്. വെറും സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ സ്വപ്നത്തിലേക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം.
കണ്ട സ്വപ്നം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവർ ജീവിതത്തിൽ അപൂർവം പേരാണ്. നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾ ഒരു പക്ഷേ സ്വപ്നം മാത്രമായി നിലകൊള്ളുന്നു. അതായിരിക്കാം നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങുകയാണെങ്കിൽ അതിൽ വെച്ച് പാതി വെച്ച് വീഴ്ചകൾ ഉണ്ടായേക്കാം. പക്ഷെ ഈ വീഴ്ചകളൊക്കെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ, when you want something, all the universe conspires in helping you to achieve it. എന്തെങ്കിലും തീവ്രമായ ഒരു ആഗ്രഹം നമ്മൾക്കുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനായി ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അടുത്തൊരു ലൈഫ് ലെസൺ ആയി എനിക്ക് തോന്നുന്നത്, സാന്റിയാഗോ തന്റെ യാത്രയുടെ ഇടയിൽ വെച്ചാണ് ഫാത്തിമ എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നത്. അവിടെ വെച്ച് അവൻ തീരുമാനം എടുക്കുകയാണ് ഫാത്തിമയെ വിവാഹം കഴിച്ച് അവിടെ തന്നെ തുടരാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, അതുകൊണ്ട് തന്റെ യാത്ര ഉപേക്ഷിക്കാമെന്ന്. പക്ഷെ ഫാത്തിമ അവിടെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രൂ ലവ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്നതാവരുത്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം. അടുത്തൊരു ലൈഫ് ലെസൺ ആയി, ജീവിതത്തിലെ പാഠമായി എനിക്ക് തോന്നുന്നത്, നമ്മളും അതുപോലെ തന്നെ സാന്റിയാഗോയും ഏറ്റവും ഒടുവിലാണ്, നോവലിന്റെ ഏറ്റവും ലാസ്റ്റ് ആണ് മനസ്സിലാക്കുന്നത്, താൻ യാത്ര ആരംഭിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് നിധി ഇരിക്കുന്നതെന്ന്. എന്നാൽ സാന്റിയാഗോയുടെ ജീവിതം മാറ്റിമറിച്ചത് ആ യാത്രയായിരുന്നു. പുതിയ അനുഭവങ്ങളും വ്യത്യസ്തരായ വ്യക്തികളിൽ നിന്ന് ലഭിച്ച അറിവുകളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ യാത്രയിൽ നിന്നാണ് സാന്റിയാഗോ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ എന്നതിലും പ്രാധാന്യം നമ്മുടെ ജേണിക്കാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും ഓരോ യാത്രയാണ്. ഓരോ മനുഷ്യരെയും വ്യത്യസ്തരാക്കുന്നതും അവർ സഞ്ചരിക്കുന്ന വഴികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തി സന്തോഷിക്കാം എന്ന് പറയുന്നതിലും പകരം എൻജോയ് ദ ജേണി, നമ്മൾ പോകുന്ന യാത്ര തിരിക്കുന്ന സാഹചര്യങ്ങൾ ആസ്വദിച്ചു പോകാം. വിശുദ്ധ ജെറോം പറയുന്ന ഒരു വാചകമുണ്ട്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, നെവർ ലെറ്റ് റെസ്റ്റ്, ഗുഡ് ഈസ് ബെറ്റർ, ബെറ്റർ ഈസ് ബെസ്റ്റ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഏറ്റവും മികവുറ്റതാകുന്നതുവരെ വിശ്രമത്തിന് നമുക്ക് അവകാശമില്ല. ജീവിതത്തിൽ വിജയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആൽക്കെമിസ്റ്റ് എന്ന നോവൽ ഇത്രയും നന്നായി അവതരിപ്പിച്ച അൻഷ സന്തോഷിന് എന്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി BSc ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ജോബിൻ സാറിനെ പുസ്തകം പരിചയപ്പെടുത്തുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. So very good evening to all of you. ഞാനിപ്പോ എന്ത് ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണ്. കാരണം അനഷ സന്തോഷ് വളരെ ഭംഗിയായിട്ട് കഥ എന്താന്നുള്ളതും ബുക്ക് എന്താന്നുള്ളതും ഒരു ബുക്ക് റിവ്യൂ ചെയ്യേണ്ട തലത്തിൽ തന്നെ അത് ചർച്ച ചെയ്ത് തീർന്നിരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ എന്ത് പറഞ്ഞാലും ഒരു അധിക പ്രസംഗമാകുകയുള്ളൂ. അപ്പോ ആർക്കും ബോറടിക്കാതെ നമുക്ക് വേറൊരു രീതിയിൽ ഈ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ആദ്യമേ തന്നെ അനിഷ സന്തോഷിന് വളരെ നല്ലൊരു വിഷസ് ഞാൻ പറയട്ടെ. യു ഹാവ് ഡൺ യുവർ ജോബ് വെരി വെൽ. നല്ലൊരു റിവ്യൂ ആണ് നടത്തിയത്. നമുക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് അത് മാത്രമായിട്ട് പബ്ലിഷ് ചെയ്യാവുന്ന തരത്തിലേക്ക് നല്ല നിലവാരത്തിലുള്ള അതിന്റെ പരിസരം എല്ലാം വിവരിക്കുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ആയിരുന്നു. ഷീ ഡിഡ് വെരി വെൽ. ഇനി എന്റെ പ്രസന്റേഷനിലേക്ക് വന്നാൽ, എന്റെ ആത്മാർത്ഥ സുഹൃത്തായ ജിജി മത്തായി മാഷെ വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടെന്നും അതില് സാറൊരു ബുക്ക് പ്രസന്റ് ചെയ്യണം, ബുക്കിന്റെ ഒരു റിവ്യൂ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ചിന്ത പോലെ എനിക്ക് മനസ്സിൽ വന്നില്ല. ഞാൻ പറഞ്ഞു ദി ആൽക്കമിസ്റ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങോട്ട് തന്നെ അപ്പൊ തന്നെ അതേ ചോദ്യത്തിന് അതേ മറുപടി എന്നുള്ള രീതിയിൽ ഞാൻ ദി ആൽക്കമിസ്റ്റ് എന്ന് അപ്പൊ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്ത് പറഞ്ഞു. കാരണം പല ബുക്കുകൾ വായിച്ച് കടന്നു പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ സജീവമായിട്ട് നിൽക്കുന്ന, മനസ്സിനെ തൊടുന്ന, മനസ്സിനെ സ്പർശിക്കുന്ന ഒരു ബുക്കാണ് ആൽക്കമിസ്റ്റ്. അപ്പൊ നമ്മൾ ബുക്കിന്റെ ആദ്യത്തെ പേജ് തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ പേജ് വരേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിച്ച് നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ മാത്രം വണ്ടി നിർത്തുന്ന, എഞ്ചിൻ നിർത്തുന്ന ഒരു ക്യാച്ചി ആയിട്ടുള്ള ബുക്കാണിത്. അപ്പൊ എന്റെ മനസ്സിൽ ആ കഥാപാത്രങ്ങളും കഥാപരിസരവും ഒക്കെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ആലോചിക്കുന്ന പോലും വന്നില്ല ആൽക്കമിസ്റ്റ് എന്ന് ഉത്തരം പറഞ്ഞു. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, എന്റെ സ്ഥാപനം ഒരു വലിയൊരു മിഷൻ എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഏകദേശം ഈ സാന്റിയാഗോയുടെ അവസ്ഥയിലായിരുന്നു.
കണ്ടിന്യൂ ചെയ്യണോ അതോ നിർത്തി പോകണോ, അങ്ങനെയുള്ളൊരു ചിന്തയിലിരുന്ന സമയത്ത് എനിക്ക് ഇതിലൊരു വാചകം അനുഷ ആദ്യം പറഞ്ഞല്ലോ, ഞാനത് വീണ്ടും കാണിക്കുന്നുണ്ട്. ഞാൻ ചെറിയൊരു പ്രസന്റേഷൻ പോലെയാണ് ചെയ്യുന്നത്. അപ്പോ ദി എൻറ്റയർ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ടു അച്ചീവ് ദാറ്റ് ഡ്രീം എന്ന് പറയുന്ന ആ കൊട്ടേഷൻ, ഞാനതിന്റെ പല പ്രസന്റേഷനും ഞാനത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതാണ്. എന്റെ സഹപ്രവർത്തകർക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള ഒരു കൊട്ടേഷനാണത്. കാരണം പല പ്രസന്റേഷനും ഞാനത് കാണിച്ചു പോയിട്ടുള്ളതാണ്. അപ്പൊ അത് എന്നെ വളരെയധികം എന്നെ ഇൻസ്പയർ ചെയ്തു. ഒരു പേഴ്സണൽ ലെവലിൽ എന്റെ ഗോളില്, എന്റെ ഒബ്ജക്റ്റീവ്സിൽ എനിക്ക് ഫുൾഫിൽമെന്റ് ഉണ്ടാകുന്നിടം വരെ മുന്നോട്ട് പോകാൻ ചേതവിഹാരമായി പ്രചോദനം തന്ന ഒരു കൊട്ടേഷൻ ആയിരുന്നു അത്. പിന്നെ മൂന്നാമത്തെ റീസൺ ഞാൻ കണ്ടത്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ തീർച്ചയായിട്ടും മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ വേണ്ടുന്ന അളവാണ്. നമ്മൾ ഇന്ന് ഭക്ഷണം കഴിച്ചു എന്ന് കരുതി നാളെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരമായിട്ട് വേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിര ഉത്സാഹത്തിന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു ബുക്ക് കൂടിയാണ് ദി ആൽക്കമിസ്റ്റ് എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള 3 റീസൺസ് ആണ് എന്നെ ഈ ബുക്കിലേക്ക് എത്തിച്ചത്. ഇനി ആദ്യം നമ്മൾ ഈ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന വാക്ക് എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ബുക്കിന്റെ ടൈറ്റിൽ കാണുമ്പോൾ അത് എന്താണ് അത് മീൻ ചെയ്യുന്നത്? ഞാനൊരു പവർ പ്രസന്റേഷൻ എടുക്കാൻ ശ്രമിക്കുകയാണ്. One second. Okay. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുന്നതിലെല്ലാം സ്വർണമാക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ആൽക്കമിസ്റ്റ് എന്നുള്ളത്. ഇവിടെ ഈ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന് ഏത് ലോകവും സ്വർണമാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പൊ ഈ സാന്റിയാഗോയുടെ യാത്രയിൽ ഈ ആൽക്കമിസ്റ്റിനെ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന എല്ലാത്തിനെയും സ്വർണമാക്കി മാറ്റുക, നമ്മൾ ഉൾപ്പെടുന്ന എല്ലാ ആക്ടിവിറ്റിയും സ്വർണമാക്കി മാറ്റാൻ സാധിക്കണം എന്നുള്ളൊരു മെസ്സേജ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ, പൗലോ കൊയ്ലോ. ഇദ്ദേഹം ഒരു ബ്രസീലിയൻ ഓതറാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളെല്ലാം ഒത്തിരി അനിശ്ചിതത്വം നിറഞ്ഞ ജീവിതമായിരുന്നു. അപ്പോ പല മേഖലയിലൂടെ വിഹരിച്ച് ആദ്യം ഒരു സെമിനാരിയിൽ പോയി അച്ഛനാകാനുള്ള ട്രെയിനിങ് എടുക്കുകയും പിന്നെ അത് ഉപേക്ഷിച്ച് ജേർണലിസ്റ്റ് ആകുകയും അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ വർക്ക് ചെയ്യുകയും അവസാനം അദ്ദേഹം സൈക്കാട്രിക് ചികിത്സയ്ക്ക് വേണ്ടി 2 തവണ മാനസിക ആശുപത്രിയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തൊരു വ്യക്തിയാണ്. അതിൽ നിന്നല്ല അദ്ദേഹം റിക്കവർ ചെയ്ത് വന്നിട്ട് 2 തവണ അദ്ദേഹത്തിന് ഇലക്ട്രിക് ഷോക്ക് എല്ലാം കൊടുത്തു. അതിനുശേഷം തിരിച്ച് ജീവിതത്തിലേക്ക് വന്ന് വേറെ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നേറുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരു വലിയ യാത്രയ്ക്ക് പോവുകയും അതിനുശേഷം മടങ്ങി നാട്ടിൽ വരികയും ദി പിലിഗ്രിമേജ് എന്ന് പറയുന്ന ബുക്ക് രചിക്കുകയും ചെയ്തു. 1987 പക്ഷെ അത് അധികം വായിക്കപ്പെടുകയുണ്ടായില്ല. നല്ല എക്സലന്റ് ബുക്കായിരുന്നു. അതിനുശേഷം 88 അദ്ദേഹം നമ്മളിപ്പോ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന ബുക്കായ ദി ആൽക്കമിസ്റ്റ് രചിക്കുകയുണ്ടായി. നിർഭാഗ്യം എന്ന് പറയട്ടെ, ആദ്യ വേളയിൽ വെറും 900 കോപ്പീസ് ഓഫ് ബുക്സ് മാത്രമാണ് അത് വിറ്റഴിക്കാൻ സാധിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ പബ്ലിഷർ ഈ കോപ്പി റൈറ്റ്സ് ഇദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുകയുണ്ടായി. പക്ഷെ ഇദ്ദേഹം നിരാശനായില്ല. അതാണ് നമ്മൾ കാണുന്നത്. ഇദ്ദേഹം നിരാശനായില്ല. ഇദ്ദേഹത്തിന്റെ ഹീറോ വിചാരിക്കുന്നത് പോലെ തന്നെ യു ഹാവ് എ ഡെസ്റ്റിനി, യു ഹാവ് ടു ഗോ ഫോർ ഇറ്റ്, യു ഹാവ് ടു സ്ലോഗ് ഔട്ട് ഫോർ ഇറ്റ്. അതേ മോട്ടോയിലൂടെ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിക്കലായ അംശം കൂടി കലർന്ന രീതിയിൽ അദ്ദേഹം വീണ്ടും ശ്രമിച്ചു.
അദ്ദേഹം മൂന്നാമതൊരു ബുക്ക് എഴുതി. ആ മൂന്നാമതൊരു ബുക്ക് വേറൊരു പബ്ലിഷറിനെ കൊണ്ട് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് ബിക്കം എ ഹിറ്റ് ഇൻ ബ്രസീൽ. സ്വാഭാവികമായിട്ടും ഒരു ബുക്ക് ഹിറ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറ്റു രചനകളിലേക്കും കടന്നു വരുമല്ലോ ശ്രദ്ധ, ലോകത്തിന് ശ്രദ്ധ. അങ്ങനെ സ്വാഭാവികമായിട്ട് ദി പിലിഗ്രിമേജിലേക്കും വന്നു, അതുപോലെ ദി ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന നോവലിലേക്കും വന്നു. ആൻഡ് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. അതിനുശേഷം സംഭവിച്ചത് ഹിസ്റ്ററിയാണ്. അതായത് വെറും 900 കോപ്പി മാത്രം അച്ചടിച്ചു പോയ ബുക്ക് ഈ ടോപ്പ് ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലർ ചാർട്ട് ഫോർ കണ്ടിന്യൂസ് 315 വീക്സ്. അതോടൊപ്പം തന്നെ ഇത് 80 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി കൂടിയായി തീർന്നു. എന്തിനേറെ പറയണ്ടു, ഇദ്ദേഹം ഗിന്നസ് ബുക്കിന്റെ റെക്കോർഡ് ഹോൾഡർ കൂടിയാണ് ഫോർ ദി മോസ്റ്റ് ട്രാൻസ്ലേറ്റഡ് നോവൽ ബൈ എ ലിവിംഗ് ഓതർ. ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ ഹീറോ നേടിയതുപോലെ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ ഹീറോ അവസാനം ട്രഷർ കണ്ടെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഹി ബിക്കേം ഫേമസ് ഫ്രം നത്തിങ്. ഫ്രം ഡസ്റ്റ് ഹി സ്റ്റാർട്ടഡ്. All was disappointing. Finally, the book got translated into English and it took the attention of the world. അങ്ങനെ 80 ലാംഗ്വേജിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ ന്യൂയോർക്ക് ടൈംസിന്റെ 315 ആഴ്ചകളോളം തുടർച്ചയായി അതിന്റെ ഹിറ്റ് ലിസ്റ്റ് ടോപ്പ് ചെയ്തൊരു ബുക്കാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ കഥ ആരംഭിക്കുന്നത് ഈ കാണുന്ന ഒരു ദേവാലയ പരിസരത്ത് നിന്നാണ്. അതിന്റെ സംഭവ പരിസരം എന്ന് പറയുന്നത് സ്പെയിനിലെ ആൻഡുലീഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ആട്ടിടയ ബാലനായ സാന്റിയാഗോ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് കുറെ ആടുകൾ ഉണ്ടായിരുന്നു. ഈ ആടുകളെ മേയ്ക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം ആടുകളെ മേய்ച്ച് നടക്കുന്ന സമയത്ത് വിശ്രമിക്കുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു ദേവാലയത്തിലാണ്. സ്പെയിനിന് ഒത്തിരി ചരിത്രമുണ്ട്. നിങ്ങൾക്ക് ചരിത്രം ആഗ്രഹിക്കുന്നവർക്ക് എടുത്ത് വായിച്ചു നോക്കി അറിയാം. സ്പെയിൻ ഹാസ് ലോട്ട് ഓഫ് ഹിസ്റ്ററി. അത് മൂറിഷ് അറ്റാക്കിന് ശേഷം അത് റീകോൺകസ്റ്റ എന്ന് പറയുന്ന ഒരു പ്രക്രിയ എല്ലാം നടന്ന കാര്യങ്ങളാണ്. അപ്പോ ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന അനേകം ദേവാലയങ്ങൾ അവിടെയുണ്ട്. അതുപോലെ ഒരു ദേവാലയത്തിന്റെ പുൽപ്പിറ്റിൽ മധുഹയിലാണ് ഇദ്ദേഹം വിശ്രമിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ കാണുന്ന ഒരു അത്തിമരം ഉണ്ടായിരുന്നു. അതിന്റെ ചോട്ടിൽ കടന്ന് ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഡ്രീം ഉണ്ടാകും. ആ ഡ്രീം അദ്ദേഹം ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബാലിക കളിക്കാൻ കൂടുകയും അദ്ദേഹത്തെ ഒരു ദൂരെ ഒരു സ്ഥലത്തേക്ക്, പിരമിഡുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നത് കാണുന്നതായിട്ടായിരുന്നു സ്വപ്നം. അപ്പൊ ഇത് ഒരു തവണയല്ല, 2 തവണയല്ല, പല തവണ ഈ സ്വപ്നം റിക്കർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹത്തെ ഹോണ്ട് ചെയ്യുന്ന സാന്റിയാഗോ എന്ന് പറയുന്ന കൗമാരക്കാരനായ ബാലനെ, ഒരുപക്ഷെ യുവത്വത്തിലേക്ക് എത്തി നിൽക്കാൻ പോകുന്ന ഒരു ബാലനെ ഹോണ്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ഡ്രീം എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോ നമ്മുടെ മനസ്സിലെല്ലാം ആശങ്കകളും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇദ്ദേഹം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ആശങ്കയിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ജിപ്സിയെ കാണുന്നത്. അല്പം കൈനോട്ടവും ഭാവി പ്രവചിക്കലും ഒക്കെയുള്ള ഒരു ജിപ്സിയായ ഒരു സ്ത്രീയെ കാണുന്നു. അപ്പോ ഒന്ന് ഭാഗ്യം പരീക്ഷിച്ചേക്കാം എന്ന് കരുതി ആ ജിപ്സിയായ സ്ത്രീയെ കാണുന്നു. അപ്പൊ ജിപ്സിയായ സ്ത്രീ ഇദ്ദേഹത്തോട് പറയുന്നു, സാന്റിയാഗോട് പറയുന്നു, നിന്നെ കാത്ത് ഒരു നിധിയുണ്ട്, തീർച്ചയായിട്ടും നീ ശ്രമിക്കുകയാണെങ്കിൽ നിനക്ക് ആ നിധി കണ്ടെടുക്കുവാൻ സാധിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ പറയുന്നു, നിനക്ക് നിധി കിട്ടുമ്പോൾ അതിന്റെ 10-1 എനിക്ക് തന്നം എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഈ ഒരു പ്രവചനം നടത്തുന്നത്. അപ്പൊ സാന്റിയാഗോയിൽ ചെറിയ രീതിയിൽ പ്രതീക്ഷ മുളയ്ക്കുന്നു, ചെറിയ രീതിയിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു. അപ്പോ അങ്ങനെ പോണോ വേണ്ടേ പോണമെന്നുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞാൽ ഈ ആടുകളെ വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. പിരമിഡ് എന്ന് പറയുന്നത് ഇദ്ദേഹം സ്പെയിനിലെ ആൻഡുലീഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് ജീവിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഈജിപ്റ്റ് എന്ന് പറയുന്ന പിരമിഡ് എന്ന് പറയുന്ന ഈജിപ്റ്റ് രാജ്യത്താണ്. അപ്പൊ നല്ല ദീർഘമായ യാത്രയുണ്ട്. ഇത് മെഡിറ്ററേനിയൻ സീയുടെ അക്കരെ വിക്രയാണ്. ദീർഘമായ മരുഭൂമിയിലുള്ള യാത്രയെല്ലാം ചെയ്താൽ മാത്രമാണ് ഈ പറയുന്ന ഈ ഈജിപ്റ്റ് ദേശത്തെത്തി പിരമിഡിന്റെ സമീപത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പോ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതിലെ ഒരു പ്രധാന കഥാപാത്രം കടന്നു വരുന്നത്. കഥാപാത്രത്തിന്റെ പേരാണ് മൽക്കിസദേക്ക്. മൽക്കിസദേക്ക് ഒരു ഇമോർട്ടൽ രാജാവ് എന്നുള്ള രീതിയിലാണ് അവതരിക്കപ്പെടുന്നത്. ആ ഇമോർട്ടൽ ആയിട്ടുള്ള രാജാവ് ഇദ്ദേഹത്തിന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഒപ്പം ഇദ്ദേഹത്തിന് ട്രഷർ സെർച്ച് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള പ്രചോദനം കൊടുക്കുന്നു. അപ്പോ ഇതിനെല്ലാം ശേഷമാണ്
സാന്റിയാഗോ യാത്ര തുടരുന്നത്. ജിപ്സിനെ കാണുന്നു, അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ മൽക്കിസദേക്കിനെ കാണുന്നു. അതിനുശേഷമാണ് അദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. അപ്പോ ഈ ഒരു വാചകം നമ്മുടെ മൽക്കിസദേക്ക് എന്ന് പറയുന്ന ആള് പറയുന്നതാണ്. ഈ ബുക്കിന്റെ വേറൊരു അവസരത്തിൽ ഇതേ വാചകം കടന്നു വരുന്നുണ്ട്. ആൽക്കമിസ്റ്റും നമ്മുടെ പ്രോട്ടോകോണിസ്റ്റിനോട് ഇതേ മോട്ടിവേഷനും ഇതേ ഇൻസ്പിറേഷണൽ കോട്ടും കൊടുക്കുന്നുണ്ട്. When you want something, all universe conspire in helping you to achieve it. ഇതേ ഒരു മോട്ടിവേഷൻ രണ്ട് ഘട്ടങ്ങളിൽ, രണ്ട് വ്യത്യസ്തമായ ആളുകൾ, രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നമുക്ക് സാന്റിയാഗോയ്ക്ക് നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. സാന്റിയാഗോ അവസാനം തീരുമാനം എടുക്കുന്നു, ആടുകളെല്ലാം വിൽക്കുന്നു. അദ്ദേഹത്തിന്റെ വോയേജ് ആരംഭിക്കുന്നു. ഈ കാണുന്നതാണ് സാന്റിയാഗോ സഞ്ചരിക്കുന്ന റൂട്ട്. സ്പെയിനിന്റെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന അന്റുലീഷ്യ എന്ന് പറയുന്ന പ്രദേശം, അവിടെയാണ് ദേവാലയവും സാന്റിയാഗോ ആടുകളെ മേയ്ക്കുന്ന പ്രദേശമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് മെഡിറ്ററേനിയൻ സീ കടന്ന് ഇക്കരെ വരണം. അതിനുശേഷം മൊറോക്കോ, ലിബിയ, അതിനുശേഷമാണ് ഈജിപ്തിൽ എത്തുന്നത്. ഈജിപ്തിന്റെ ഇങ്ങേ അറ്റത്താണ് പിരമിഡ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഇങ്ങേ അറ്റത്താണ്, ഈജിപ്തിന്റെ ഇപ്പറയായിട്ടാണ് ഇസ്രായേല്, അതിനുശേഷം സിറിയ എല്ലാം വരുന്നത്. ടർക്കി എല്ലാം കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും, മാപ്പിൽ കാണാൻ സാധിക്കും. അപ്പോ ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു യുവാവിനെ സംബന്ധിച്ച്, ഒരു യൗവനക്കാരനെ സംബന്ധിച്ച് വളരെ അപ്രാപ്യമായ, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അതിന് മുതിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതമാർഗമായ ആടുകളെ വിൽക്കുന്നു. ഇപ്പുറത്തേക്ക് ഇങ്ങേ വശത്തേക്ക് മെഡിറ്ററേനിയൻ സീയിലെ കടന്ന് ഇങ്ങേ വശത്തേക്ക് വരുന്നു. അപ്പൊ ഇങ്ങേ വശത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പല ഘട്ടങ്ങളിലും എന്ത് ചെയ്യണമെന്നൊരു ആശങ്കയിലാകുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഒരു കടയിൽ ജോലിക്ക് നിൽക്കുന്നതൊക്കെ ചെയ്യുന്നത്, ഒരു ക്രിസ്റ്റൽ ഷോപ്പിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ അവിടെയും അദ്ദേഹത്തിന് കാതലായ മാറ്റങ്ങൾ അവിടെ വരുത്താൻ സാധിക്കുന്നു. ഒരു ക്രിസ്റ്റൽ വിൽക്കുന്ന ഷോപ്പ് അത് പൂർണ്ണമായും നിർജീവ അവസ്ഥയിലായി മാറിയിരുന്നു. ഒരിക്കൽ അതിന് നല്ലൊരു സമയം ഉണ്ടായിരുന്നു, ഒത്തിരി സെയിൽസ് ഒക്കെ നടന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാറിയിട്ട് യാതൊരു സെയിൽസ് നടക്കാതെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് ഈ ബാലൻ അവിടെ ചെന്നു കയറുന്നത്. അദ്ദേഹം അവിടെ മാറ്റങ്ങൾ വരുത്തുന്നു. നമ്മുടെ ടൈറ്റിൽ കാണുന്നത് പോലെ തന്നെ ദി ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന ടൈറ്റിൽ എന്തിനേയും സ്വർണ്ണമാക്കുക, ആ കടയെ അവൻ മാറ്റിയെടുക്കുന്നു. പുതിയ പുതിയ ഇന്നോവേഷൻസ് അവിടെ കൊണ്ടുവരുന്നു. പുതിയ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുന്നു. അതിന്റെ അറേഞ്ച്മെന്റ് മാറ്റുന്നു. അവിടെ ടീ സെർവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. ഏതായാലും അതിന്റെ ഒരു രാജ കാലഘട്ടത്തിലേക്ക് ഈ കട മടങ്ങിപ്പോകുന്നു. ശേഷം അദ്ദേഹത്തിന് ഇതേ ഡ്രീം ഹോണ്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു, കട നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. അതിന്റെ ക്രിസ്റ്റൽ ഷോപ്പ് കീപ്പർ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ പയ്യനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കണ്ടിന്യൂ ആയിരുന്നു. പക്ഷെ അവിടെ കൊണ്ട് അദ്ദേഹം നിൽക്കുന്നില്ല. അത് ഏകദേശം ഈ മൊറോക്കോ ഇങ്ങേ സൈഡിലാണ് നടക്കുന്നത്. അതിനുശേഷം വീണ്ടും ജേർണി തുടർന്നു പോകുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ സാലറി എല്ലാം എടുത്തുകൊണ്ട് തിരിച്ചു പോകുന്നു. സാലറി എല്ലാം കിട്ടിയ സാലറി എല്ലാം കളക്ട് ചെയ്ത് എല്ലാം ബാഗിനകത്താക്കി യാത്ര തുടരുന്നു. തുടർന്ന് വരുന്ന സമയത്ത് ഇദ്ദേഹം ഈ ക്രിസ്റ്റൽ സെല്ലറിന്റെ കടയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന ഒരു കാരവാൻ ഡ്രൈവർ ഉണ്ട്. അദ്ദേഹം ഈ മരുഭൂമി എല്ലാം കടന്നാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ കാരവന്റെ കൂടെ കൂടി അങ്ങനെ മരുഭൂമി താണ്ടുവാനായിട്ട് ഉദ്ദേശിച്ച് ഇറങ്ങി പുറപ്പെടുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഒരു ഇംഗ്ലീഷ്മാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം കടന്നു വരുന്നത്. ഈ നോവലിലെ ഒരു പ്രത്യേകതയാണ് പല കഥാപാത്രങ്ങളുടെ പേര് പറയുന്നില്ല. വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങളേ ഉള്ളൂ, പലർക്കും അത് പേര് പറയുന്നില്ല. ഈ പ്രധാന കഥാപാത്രത്തിന് വിശേഷിപ്പിക്കുന്ന നാമം ഇംഗ്ലീഷ്മാൻ എന്നുള്ളതാണ്. ആ ഇംഗ്ലീഷ്മാനും ഇതേ ഒരു ഡ്രീമോട് കൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. അതായത് ഒത്തിരി പഠിക്കുകയും ഒത്തിരി സമയം ലൈബ്രറി സ്പെൻഡ് ചെയ്യുകയും കെമിക്കൽ ജേർണൽസ് എല്ലാം വായിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഇംഗ്ലീഷ്മാൻ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഇംഗ്ലീഷ്മാന്റെ ദൗത്യം ഇത് തന്നെയാണ്. ആൽക്കമിസ്റ്റിനെ കണ്ടെത്തുക, ഈജിപ്തിലേക്ക് പോവുക എന്നുള്ളതാണ്. ട്രഷർ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ സാന്റിയാഗോയുടെ ദൗത്യമാണ്. ഇംഗ്ലീഷ്മാൻ ഈ കാരവൻ ട്രിപ്പിൽ കൂടെ ചേരുന്നത്
ആൽക്കമിസ്റ്റിനെ കണ്ടുപിടിക്കുക. കാരണം ഈ ആൽക്കമിസ്റ്റ് ഏതോ ഒരു പ്രദേശത്ത് ഈജിപ്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് വായിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇംഗ്ലീഷ്മാൻ ആ ആൽക്കമിസ്റ്റിനെ അന്വേഷിച്ച് ഈ യാത്രയിൽ പങ്കാളിയാകുന്നത്. അപ്പോ അവരിങ്ങനെ യാത്ര പുറപ്പെടുന്നു. അതിന്റെ ഇടയ്ക്ക് മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. അതിൽ ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇടയ്ക്ക് സാന്റിയാഗോ കാണുന്നുണ്ട്. അതിനുശേഷം ഇടയ്ക്ക് യുദ്ധം നടക്കുന്നു. രണ്ട് ട്രൈബ്സ് തമ്മിൽ മരുഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള രണ്ട് ട്രൈബ്സ് തമ്മിൽ വളരെ വലിയൊരു യുദ്ധം നടക്കുന്നു. അപ്പോൾ അവരുടെ യാത്ര മുടങ്ങുന്നു. അപ്പോൾ യാത്ര മുടങ്ങുന്ന സമയത്ത് ഒത്തിരി ഇന്ററാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ആൽക്കമിസ്റ്റിനെ കണ്ടുപിടിക്കുന്നു. ഇവർക്ക് ആൽക്കമിസ്റ്റിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അദ്ദേഹം ലെഡ് ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ഗോൾഡ് പീസ് നമ്മുടെ സാന്റിയാഗോയ്ക്ക് കൈമാറുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം അവിടെയും സാന്റിയാഗോ നിൽക്കുന്നില്ല. കാരണം എന്തിനു വേണ്ടിയിട്ടാണോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അത് പൂർത്തീകരിക്കുക, ആ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ദൗത്യത്തോടെ ഇങ്ങനെയുള്ള ഇടയ്ക്കിടയ്ക്കുള്ള നേട്ടങ്ങളെല്ലാം നമ്മൾ കടന്നു വന്നു. അതായത് ഷോപ്പ് കീപ്പറിന്റെ അടുത്തും അതുപോലെ ഇപ്പൊ ആൽക്കമിസ്റ്റിന്റെ അടുത്ത് നിന്ന് കിട്ടിയ നിധിയും എല്ലാം കയ്യിലിരിക്കുകയാണ്. നിധി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗോൾഡ് ആണ്. ഈ കൺവേർട്ടഡ് ലെഡ് ഇൻടു എ പീസ് ഓഫ് ഗോൾഡ്. അപ്പൊ അങ്ങനെ ഒരു ഗോൾഡ് പീസ് കയ്യിൽ വെച്ചിട്ടാണ് ഇപ്പൊ വീണ്ടും യാത്ര തുടരുന്നത്. അപ്പൊ ഇങ്ങനെ വീണ്ടും യാത്ര തുടരുന്നു. യുദ്ധം മാറി വീണ്ടും യാത്ര തുടരുന്നു. അങ്ങനെ ഫൈനലി അദ്ദേഹം ഈജിപ്തിലെത്തുന്നു. ഈജിപ്തിലെത്തിയ ശേഷം വീണ്ടും യാത്ര ചെയ്യുന്ന വേളയിൽ ഈ പിരമിഡ്സ് കാണാൻ ഇടവരുന്നു. പിരമിഡ്സ് കാണാൻ ഇടവരുന്നു. കാരണം ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിരമിഡ് എന്ന് പറയുന്നത് വലിയൊരു സിഗ്നലാണ്. നേരത്തെ അൻഡുലീഷ്യയിലായിരുന്ന സമയത്ത് കണ്ട സ്വപ്നങ്ങളിലെല്ലാം കണ്ട അതേ പിരമിഡ് വീണ്ടും കാണാൻ ഇടവരുന്നു. സന്തോഷം കൊണ്ട് സാന്റിയാഗോ മുട്ടുകുത്തി ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതിന്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ക്ലൈമാക്സ് നിങ്ങൾ വായിക്കേണ്ടതാണ്. കഥയുടെ ക്ലൈമാക്സ് ഞാൻ പങ്കുവെക്കുക എന്ന് പറയുന്നത് കഥയുടെ എൻജോയ്മെന്റിനെ ഞാൻ ചോർത്തിക്കളയുന്ന അവസ്ഥയാണ്. അപ്പോൾ ബാക്കി അതിന്റെ ക്ലൈമാക്സിലേക്കാണ് ഇവിടെ എത്തുന്നു. ഇദ്ദേഹം ദൈവത്തോട് മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ എല്ലാ കൃതജ്ഞതയും അർപ്പിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ 3, 4, 5 പേജിൽ കഥ തീരുകയാണ്. അപ്പോ അത് നിങ്ങൾ വായിക്കുമ്പോൾ മാത്രമാണ് ഈ ബുക്ക് പറയുന്ന ആ രസത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കഥയുടെ ഒരു പറച്ചിൽ ഞാൻ അവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് ഈ ബുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം കണ്ടു ഒരു ജിപ്സിയെ കണ്ടു, പിന്നെ മൽക്കിസദേക്കിനെ കണ്ടു. ഈ മൽക്കിസദേക്ക് എന്ന് പറയുന്നത് ബിബ്ലിക്കലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ഒരു മൽക്കിസദേക്ക് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അതേ കഥാപാത്രത്തെ ഇമ്മോർട്ടൽ ആയിട്ട് ഇവിടെ പൗലോ കൊയ്ലോ അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അവിടെ ഒരു പ്രീസ്റ്റ് ആണ്. മൽക്കിസദേക്ക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മലേക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂളറാണ്. സദേക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആൻഡ് ഇന്നസെന്റ് എന്നുള്ളതാണ് മീനിങ്. അപ്പൊ അങ്ങനെ ഓരോ കഥാപാത്ര സൃഷ്ടിയും വളരെ സൂക്ഷ്മതയോടാണ് ഇദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. തുടക്കം മുതൽ അവസാനം വരെ നോക്കുമ്പോഴത്തേക്ക് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത്. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രചന എന്ന് പറയുന്നത് എ മില്യൺ ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്. ആ ബുക്കുമായിട്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഹാരി പോട്ടർ എന്ന ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൊക്കെ ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്നത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചെന്ന് വരില്ല. കാരണം ഇതിനകത്ത് ഇവർ പറയുന്നത് വി ഹാവ് ടു സെർച്ച് ഫോർ ദി ഒമൻസ്. ഇവിടെ എല്ലാം ഉണ്ട്. ഇദ്ദേഹം ഈ ട്രഷറിനെ ഹണ്ട് ചെയ്ത് പോകുന്ന സമയത്തെല്ലാം ഈ ഒമൻസിനെ ഫോളോ ചെയ്യണം. ഒമൻസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങള്, നിമിത്തങ്ങൾ, അതിനെ ഫോളോ ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ 2 കല്ലുകൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് അറിയാം. മൽക്കിസദേക്ക് 2 കല്ലുകൾ കൊടുക്കുന്നുണ്ട്, ഉമ്മീം ആൻഡ് തുരീം എന്ന് പറയുന്നത്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ അത് ഉത്തരം പറയുമെന്നാണ് പറയുന്നത്. ശരിയാണോ, നടക്കുവോ ഇല്ലയോ എന്നുള്ള ഉത്തരം പറയുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി മിസ്റ്റീരിയസ് ആയിട്ടുള്ള പ്ലോട്ടുകളെല്ലാം ഇതിനകത്ത് ചേർത്ത് കോർത്ത് വെച്ചിരിക്കുന്ന ഒരു നോവലാണ് ഇത്.
പിന്നെ ഓരോ കഥാപാത്രവും നമ്മൾ ഓരോ മെസ്സേജാണ് നമുക്ക് തരുന്നത്. ഞാൻ പറഞ്ഞു മൽക്കീസദേക്ക് എന്ന് പറയുന്ന ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെയും ഇദ്ദേഹം ഈ കല്ലുകളെല്ലാം കൊടുത്ത് ഈ ട്രഷർ കണ്ടുപിടിക്കും എന്ന് പ്രചോദിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. എനിക്ക് നിന്റെ 10-1 ആടുകളെ എനിക്ക് വേണം എന്ന് പറയുന്നുണ്ട് മൽക്കീസദേക്ക്. യഥാർത്ഥത്തിൽ ബൈബിളിൽ അബ്രാഹാമിനോടും ഇത് തന്നെയാണ് മൽക്കീസദേക്ക് പറയുന്നത്. അബ്രാഹാമിന്റെ ട്രഷറിൽ 10-1 ദശാംശം എന്ന് പറയും, അത് മൽക്കീസദേക്കിന് കൊടുക്കുന്നതായിട്ട് കാണാം. അപ്പൊ അതിന്റെ എല്ലാം ഒരു പുനർലിഖിതമാണ് ഇതിനകത്ത് പൗലോ കൊയ്ലോ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സെമിനാരിയിലുള്ള പഠനത്തിന്റെ ഇതെല്ലാം അറിവുകളെല്ലാം കോർത്തു വെച്ചതായിരിക്കും ഈ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരുപക്ഷെ രൂപം നൽകിയിട്ടുണ്ടാകുക. കാരണം ഒത്തിരി പാരൽസ് നമുക്ക് കാണാൻ സാധിക്കും. അബ്രാഹാമിന്റെ അടുത്ത് നിന്ന് അബ്രാഹാം അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അബ്രാഹാം 10-1 അദ്ദേഹത്തിന്റെ വസ്തുവകകൾ മൽക്കീസദേക്കിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് സാന്റിയാഗോ 10-1 ആടുകളെ മൽക്കീസദേക്കിന് കൊടുക്കുന്നതായിട്ട് കാണാം. പിന്നെ ഉള്ളത് ഇംഗ്ലീഷ് മാൻ എന്ന് പറയുന്ന കഥാപാത്രം. ഞാൻ പറഞ്ഞു വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങളാണ് ഈ ബുക്കിനകത്തുള്ളൂ. ജിപ്സി ഉണ്ട്, ഇംഗ്ലീഷ് മാൻ ഉണ്ട്, പിന്നെ ഫാത്തിമയുണ്ട്, പിന്നെ ക്രിസ്റ്റൽ ഷോപ്പ് ഓണർ ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് കഥാപാത്രം കൈവിരലിൽ നമുക്ക് എണ്ണിയെടുക്കുന്ന കഥാപാത്രങ്ങളും ഈ ബുക്കിനകത്ത് നമുക്കുള്ളൂ. പക്ഷെ ഓരോരുത്തരും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ് നമുക്ക് വേണ്ടിയിട്ട് പകർന്നു നൽകുന്നത്. അതിൽ ഈ ക്രിസ്റ്റൽ വിൽപ്പന നടക്കുന്ന ഷോപ്പ് കീപ്പർ, അദ്ദേഹം വളരെ നല്ലൊരു ക്യാരക്ടറാണ്, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും ഇൻസ്പയറിംഗ് അല്ലാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ഇദ്ദേഹത്തെ അവതരിപ്പിച്ചത്. നല്ല വ്യക്തിയാണ്, ഈസ് എ ഗുഡ് പേഴ്സൺ, പക്ഷെ ഒരു ഇൻസ്പയറിംഗ് അല്ലാത്ത അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സഫലമാക്കണമെന്നില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഫാത്തിമ എന്ന് പറയുന്നത് ഒരേ ഒരു വനിതാ കഥാപാത്രമാണ്, ഒരേ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ് ഈ ബുക്കിനകത്തുള്ള ഫാത്തിമ എന്ന് പറയുന്നത്. അപ്പോ ഇദ്ദേഹത്തെ ഇടയ്ക്ക് വഴിയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു, ഫാത്തിമേനെ മീറ്റ് ചെയ്യുന്നു, മരുഭൂമിയിൽ വെച്ചാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫാത്തിമയോടൊപ്പം ഒരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഫാത്തിമയാണ് സാന്റിയാഗോയുടെ ലക്ഷ്യം പൂർത്തീകരിക്കണം എന്ന പ്രചോദനം വീണ്ടും നൽകി വീണ്ടും സാന്റിയാഗോ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട്, യാത്ര തുടരുവാനായിട്ട് സ്വാധീനം ചെലുത്തുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ക്യാരക്ടറിനും ഓരോ മെസ്സേജ് നമുക്ക് നൽകുവാനുണ്ട്. ഇംഗ്ലീഷ് മാൻ നൽകുന്ന മെസ്സേജ്, ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് മാൻ നമ്മൾ കാണുന്നത് ഈ നോവൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കൂടിയ പക്ഷവും ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിനകത്ത് തന്നെ ഈ ബുക്കിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഈ ഇംഗ്ലീഷ് മാന്റെ ഫാദർ കൊടുത്തിട്ട് പോയ വസ്തുവകകളിൽ ഹാഫ് ഓഫ് ദി ഫോർച്യൂൺ ഈ സ്പെൻഡ് ഓൺ ബുക്സ് എന്നാണ് പറയുന്നത്. എന്നിട്ടും നിധി നേടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോ നിധി അല്ലാതെ ആൽക്കമിസ്റ്റിനെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡിനെ സ്വർണ്ണമാക്കി മാറ്റാൻ, ഏത് വസ്തുവിനെ സ്വർണ്ണമാക്കി മാറ്റാൻ സാധിക്കുന്ന വ്യക്തിയെ, അതിന്റെ കെമിസ്ട്രി തേടിയാണ് ഈ ഇംഗ്ലീഷ് മാൻ ഇറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം വേറൊരു ലക്ഷ്യം കൂടി പറയും. ഇംഗ്ലീഷ് മാൻ യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ട്, ആ ലാംഗ്വേജ് ഈ ആൽക്കമിസ്റ്റിന് അറിയാം. അതുകൂടി മനസ്സിലാക്കുവാനും പഠിക്കുവാനും കൂടിയാണ് ഈ ജേർണിയിൽ ഭാഗവാക്കാക്കിയിരിക്കുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. യൂണിവേഴ്സൽ ലാംഗ്വേജ്, അതായത് എല്ലാ ഭാഷകളിലും സംസാരിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ഏത് ഭാഷക്കാർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ, യൂണിവേഴ്സൽ ലാംഗ്വേജ്, അത് ഈ ആൽക്കമിസ്റ്റിന് അറിയാം. അതുകൂടി പഠിക്കണം എന്നുള്ള ഉദ്ദേശമാണ് ഇംഗ്ലീഷ് മാനുള്ളത്. പക്ഷെ ഇംഗ്ലീഷ് മാൻ മറ്റുള്ളവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തി, എപ്പോഴും ബുക്കുകൾ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി. അങ്ങനെ ആകരുത്. ബുക്കുകൾ മാത്രമല്ല ജീവിതം, എക്സ്പീരിയൻസ് കൂടി ചേരുമ്പോഴാണ് ജീവിതം ആകുകയുള്ളൂ എന്ന മെസ്സേജാണ് ഇംഗ്ലീഷ് മാൻ എന്ന കഥാപാത്ര അവതരണത്തിലൂടെ പൗലോ കൊയ്ലോ പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഇതെല്ലാമാണ് ഇതിനെപ്പറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒറ്റ വാചകത്തിൽ ഈ ബുക്ക് എന്താണ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, മഡോണ പറഞ്ഞൊരു ഒബ്സർവേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എ ബ്യൂട്ടിഫുൾ ബുക്ക് about magical dreams and the treasures we seek elsewhere and then find on our doorstep.
ഇത് തന്നെയാണ് ബുക്ക്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക്കൽ റിയലിസമാണ്, പക്ഷെ വളരെ ക്യാച്ചി ആയിട്ട് ഇത് അവതരിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഒറ്റ സ്ട്രെച്ചിന് ഇത് വായിച്ചു തീർക്കാൻ സാധിക്കുന്ന ബുക്കാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ടു റീഡ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. ഇനി പുസ്തക ചർച്ചയ്ക്കുള്ള സമയമാണ്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയാവുന്നതാണ്. പ്രിൻസിപ്പൽ മിസ്സ, ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ പോകാം. കാരണം എനിക്ക് ഞാൻ ഇടയ്ക്ക് പോകേണ്ടതായിരുന്നു. ഞാനൊരു കോള് തിരുമേനി മാനേജ് തിരുമേനി വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇതുവരെ വിളിച്ചിട്ടില്ല. അദ്ദേഹം ഫ്രീ ആകുമ്പോൾ വിളിക്കുന്ന പറഞ്ഞത്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. പക്ഷെ ഈ ഒരു എന്താ പറയുക, അൻഷയുടെയും ജോബിൻ സാറിന്റെ ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് ഇറങ്ങി പോകാൻ തോന്നിയില്ല. അത് തന്നെയാണ് ശരിയായ ഫാക്റ്റും. അൻഷ വളരെ ഭംഗിയായ രീതിയിൽ ഇത് ഒരു എന്താ പറയുന്നത്, പ്രത്യേകിച്ച് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് അൻഷ. നിങ്ങൾക്കറിയാമോ, എനിക്കൊണ്ട് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും ഞാനൊന്ന് പങ്കുവയ്ക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് ബൈക്ക് യാത്രകളൊക്കെ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന അൻഷ നമ്മുടെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ബൈക്കിൽ യാത്ര ചെയ്തിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ യാത്രകളെ ഇഷ്ടപ്പെടുന്ന അൻഷ വളരെ ഭംഗിയായ രീതിയിൽ ഒരു യാത്രാ വിവരണം അടങ്ങിയിട്ടുള്ള ഈ ഒരു ആൽക്കമിസ്റ്റ് എന്ന് നമ്മൾ ഏതൊരു വ്യക്തിയും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു ബുക്ക്. കാരണം നമ്മുടെ മഹാനായ നമ്മളുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സാറ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നുള്ളത്. നമ്മളെ സ്വപ്നം കാണാൻ ശരിക്കും ഒരു ട്രെയിനിങ് തരുന്നത് ഈ ബുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. നമുക്കറിയാം, നമ്മളിപ്പോ സ്വപ്നം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കും, നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണോ? അല്ല, ശരിയാണ്. പക്ഷെ നമ്മൾ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു 10 പ്രാവശ്യം നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയും അത് തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ആയിട്ട് ആ കേൾക്കുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് ഉടലെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സ്വപ്നത്തെ പിന്തുടരാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയായ രീതിയിൽ അൻഷ ഇത് വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. പുസ്തകം ശരിക്കും എങ്ങനെയാണ് ഒരു പുസ്തകം പരിചയപ്പെടുത്തേണ്ടത് എന്നുള്ള രീതിയിൽ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു അൻഷയുടെ ഒരു പുസ്തക അവതരണം, പരിചയപ്പെടുത്തൽ. അതുപോലെ ജോബിൻ സാറ്, ഞാൻ പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല, ജോബിൻ സാറ് ഞാൻ ജസ്റ്റ് ഹാറ്റ്സ് ഓഫ് യുവർ പെർഫോമൻസ്. കാരണം സാറിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഒരു കാര്യം അത് വളരെ ഭംഗിയായ രീതിയിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഇതിനകത്തും അത് കാണാം. സാറ് കേൾക്കുന്നുണ്ടെന്ന് ഇടയ്ക്ക് ലെഫ്റ്റ് ആയിരുന്നു, സാർ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും കൺഗ്രാറ്റ്സ് ജോബിൻ സാർ ആൻഡ് അൻഷ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സജി മെസ്സ തുടങ്ങിക്കോളും, മറ്റുള്ളവർ ഞാൻ ഇടയ്ക്കൊന്ന് പോകും. ഓക്കെ, while inviting, because Latin America is a region which is of interest to me also. ഞാൻ PhD ചെയ്യുമ്പോൾ, it was an area that history of which I have explored a lot. But ഒരു വളരെ crucial ആയ കാര്യം ഞാൻ ഇതിന് both of you ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് പറയട്ടെ. അൻഷ ആൻഡ് ഓൾസോ ജോബിൻ സാറ് വളരെ ടൈം എടുത്ത് സ്പേസ് റൂട്ട് എല്ലാം കാണിച്ച് did a very good job, and I appreciate both of you. But there is one very specific thing I would like to add to this. Let me also tell you that I haven't read Alchemist. And also, Paulo Coelho, another book I took up for reading was Veronica Decides to Die, which I didn't finish also, let me tell you. But Latin American fiction generally is very interesting for several reasons. And
one important thing I feel is that the way they present the interrelationship between space and time, you know, like biblical kadha and kadha patrangal, okay? And also fairy tale narration, which generally the fairy tales that we are used to, when in a different situation. And you also, I'm sure every one of you is aware of the fact that most of the Latin American countries have been through a very volatile political, have a very, very volatile political history. Brazil is a country which has been through two spades of dictatorships. And the other novelist that Jovin referred to is Gabriel Garcia Marquez, a favorite of mine. And also, not just that he's a favorite of mine, this 100 Years of Solitude was a book which I would tell you I couldn't literally put down once I started. The thing is, see, it is not movement towards something that matters. It is what the way they spatialize the temporal. And as an example, I would just quote one line from actually the beginning of 100 Years of Solitude. It begins like this. Many years later, I suppose several of you know that who have read this book know that it is about a Burundian family and generations of Burundian family life, and it happens in a place called Macondo, which is like Yoknapotopa Bole allengil R.K. Narayan's invent cheyana sthalam polte oru space aanu Macondo. Many years later, as Colonel Orlenio Buendia faced the firing squad, he was to remember that distant afternoon when his father took him to discover ice. He remembers a distant afternoon when he's material spatial existence in the temporality, space-time transformation in a very precarious existence, precarious political existence of people who have seen their dear ones face firing squads, who have been through firing, escaped firing squads, dictatorship, constant shadow of censors. That is the political condition, the political situation that makes possible such a form of narration. It is the form of narration that is important. In Veronica Decides to Die, in fact, Veronica decides to die because she is bored of life. And what happens is she consumes sleeping pills and is not dead, finds herself alive. But rest of it, what she finds is that she is told that she doesn't have long to live now because her heart has been irreparably damaged. She has only few days to live. And those few days, adinu kodukkunna oru spatiality undallo. Our spatial temporal relationship in the reframe transformation. It is not transformation in the sense of a different spatial temporal interrelationship. It is actually about spatial temporal interrelationship. That is what makes almost all Latin American writers, including, let us say, Paulo Coelho, became very famous, and more so, let us say, Marquez. I'm sure everybody knows. Most of you at some point in their reading career have encountered Marquez. And there is, in Marquez's The Chronicle of a Death Foretold, which I took up and read halfway through today because there was a Latin American writer for discussion today. So, and here once again in Chronicle of a Death Foretold, you once again have a protagonist called Santiago Nazar, whose dreams, and just one day before his death, is through the length of the novel, what you see is one day before he dies, and the whole story is told after his death, and there is this foreshadow of his death through the novel. So what I tried to explain, I don't know if I made myself
clear is that Latin American fiction, the magical of the Latin American fiction is the way they, as subjects of constant dictatorial regimes, find ways of reframing, retransforming the interrelationship between space and time. That is what you say, the narration, the technique of narration that is the unique feature of Latin American writing. Yes, I would invite others to also contribute to the discussion. I'm sure several of you have read several of these fictions. And thank you, Jobin sir, and thank you, Ansha, once again for bringing in this. It was a fairy tale narration. It is a fairy tale, and what I'm trying to tell you is, in a modern, post-modern age where fairy tale narrations have gone, what do you say? Fairy tale narrations have been long left behind. It is reinvented in a different sort of an interrelationship between time and space. This is what I wanted to tell you. I've taken too much of your time. Sorry. And thank you for your patience. And thank you, Jobin sir, again. ആദ്യമായി നമ്മുടെ പ്രിൻസിപ്പൽ ടി സാറിനോടും മോഡറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സൈറ്റ് ടീച്ചറോടും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അനുഷ വളരെ ഭംഗിയായിട്ട് ചെയ്തു. എനിക്ക് കൂടുതലൊന്നും അതിനകത്തൊന്നും ചെയ്യാനില്ല, എനിക്കൊന്നും പറയാനില്ലായിരുന്നു. ഞാനൊരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഉള്ള ഒരു കാര്യം മാത്രമാണ് ഞാൻ അതിനകത്ത് പ്രസന്റ് ചെയ്തോളൂ. പിന്നെ എനിക്ക് എൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെല്ലാവരും വായിക്കണം എന്നുള്ളതാണ്. അതിന്റെ രസചാരിട്ട് പൊട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായനയിൽ നമുക്കൊരു താല്പര്യം തോന്നി എന്ന് വരത്തില്ല. അപ്പോ അതുകൊണ്ടാണ് ആ പിരമിഡ് എത്തുന്നവരേക്കും പറഞ്ഞ് ഞാൻ കഥ അവസാനിച്ചത്. കാരണം ബാക്കി നിങ്ങൾ വായിക്കണം, അതിന്റെ രസം നിങ്ങളിലേക്ക് സംശീകരിക്കുമ്പോഴാണ് ആ കഥാകാരൻ വിജയിക്കുന്നത്. ബാക്കി അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഷെയർ ചെയ്തില്ല. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് സാന്റിയാഗോ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലുള്ള ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചെയ്യണോ വേണ്ടയോ. അതുപോലെ നമ്മൾ നിമിത്തങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് സ്ഥാനം നോക്കുന്നു, അതുപോലെ ഇറങ്ങുന്ന സമയത്ത് കണി കാണുന്നു. അപ്പൊ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് സാന്റിയാഗോ. നിമിത്തങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ നിമിത്തങ്ങൾ നോക്കുന്നുണ്ട്. ഞാനത് പറയാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം നിങ്ങളത് വായിച്ചു തന്നെ ആ ഓരോ നിമിത്തങ്ങളിലും നമ്മളെ അതിനകത്ത് കാണാൻ സാധിക്കും. ഞാൻ സാന്റിയാഗോയിൽ എനിക്ക് കാണാൻ സാധിച്ചു. കാരണം പലപ്പോഴും ഞാനൊരു മിഷൻ ഏറ്റെടുത്തപ്പോൾ എനിക്കും പിൻവലിയണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നി. കാരണം ഭയങ്കര ടയറിംഗ് ആണ്. 2 മണി മുതലേക്കും ഇരിക്കേണ്ടതായിട്ട് വന്നു. രാവിലെ വീണ്ടും 6 മണിക്ക് എഴുന്നേറ്റ് ഇരിക്കേണ്ടതായിട്ട് വന്നു. ഇറ്റ് വാസ് നത്തിങ് വർക്കിംഗ് അക്കോർഡിംഗ് ടു വാട്ട് ഐ ഹാവ് പ്ലാൻ. ഭയങ്കര റൂട്ട് മാപ്പും വലിയ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് നത്തിങ് വർക്കിംഗ്, നത്തിങ് വാസ് ഗോയിങ് അക്കോർഡിംഗ് ടു മൈ പ്ലാൻ. അപ്പോൾ ആ വിട്ടുകാലം എന്നുള്ള ചിന്ത എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എന്റെ മനസ്സിലേക്ക് ഈ ഒരു സാന്റിയാഗോയുടെ മെസ്സേജുകളും സാന്റിയാഗോ ഫേസ് ചെയ്ത ഇതെല്ലാം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വിസ്മരിക്കാവുന്ന ഒരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇത് മിസ്റ്ററിക്കലാണ്, ഫിക്റ്റീഷ്യസ് ആണ്, അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് എൻജോയ് ചെയ്യാവുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന ഒത്തിരി കഥാപാത്രങ്ങൾ, ഒത്തിരി കഥാപാത്ര സൃഷ്ടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. പിന്നെ സാന്റിയാഗോനെ പറ്റി നമുക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ അത് പറയാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് കടന്നു വന്നത്. സാന്റിയാഗോയിൽ കാണുന്ന നല്ലൊരു സവിശേഷത നൽകുന്ന പ്രോമിസുകൾ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ്. പറയുന്ന എല്ലാ കാര്യങ്ങളും, ഞാനത് ആദ്യം പറഞ്ഞപ്പോൾ അത് പറയണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചു വെച്ചതാണ്. പക്ഷെ അത് ഇടയ്ക്ക് സമയം കഴിഞ്ഞു പോയോ കൂടിപ്പോയോ എന്നൊരു ചിന്ത വന്നതുകൊണ്ടും എൻ്റെ കമ്പ്യൂട്ടറിന് എന്തോ വൈറസിന്റെ പ്രശ്നമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്ലൈഡൊന്നും മാറുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഏതോ ഒരു കീ പ്രസ് ചെയ്തിരിക്കുന്ന ഒരാഴ്ചയായിട്ട് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചതാണ്, ഈ സാന്റിയാഗോ പ്രോമിസുകളെല്ലാം കീപ്പ് ചെയ്യുന്ന, പാലിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. 2 ഇടങ്ങളിൽ അദ്ദേഹം പാലിക്കുന്നതായിട്ട് പ്രധാനമായിട്ട് കാണാം. ഇദ്ദേഹത്തിന് ഈ ട്രഷറുകൾ കിട്ടുന്നു. ട്രഷറുകൾ എന്ന് പറയുന്നത് പണ്ട് ഞാൻ പറഞ്ഞുവല്ലോ, മൂറിഷ് അറ്റാക്കിന്റെ സമയത്തൊക്കെ, ഒത്തിരി യുദ്ധങ്ങളുടെ സമയത്തൊക്കെ ആരോ കുഴിച്ചിട്ട നിധിയാണ് ഈ അത് ഞാൻ പറയുന്നില്ല, സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ല. അപ്പോൾ ആ നിധി എടുത്തിട്ട് അദ്ദേഹം ആദ്യം മനസ്സിൽ പറയുന്നത് ജിപ്സിക്ക് 10 കൊടുക്കണം. ആദ്യം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഇതാണ്, ജിപ്സിക്ക് 10 കൊടുക്കണം. ജിപ്സി എന്ന് പറഞ്ഞ ആരാണ്? ഒരു കൈനോട്ടം ചെയ്യുന്ന ഒരു സ്ത്രീ, കൈനോട്ടക്കാരിയായ ഒരു സ്ത്രീ. അവരാകെ പറഞ്ഞത്, നീ നിന്റെ ട്രഷർ നീ കണ്ടുപിടിക്കും, പക്ഷെ എനിക്ക് 10 തന്നെ
കിട്ടുമ്പോൾ 10-1 തന്നെ. പക്ഷെ അവിടെ ഒരു വാക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ശേഷം ആ വാക്ക് പാലിക്കുവാനായിട്ട് സാന്റിയാഗോ പോകുന്നു. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കാണുന്നത് ഫാത്തിമയ്ക്ക് ഒരു വാക്ക് കൊടുത്തായിരുന്നു, ഐ വിൽ ബി കമ്മിങ് ബാക്ക് ഫോർ യു, വൺസ് ഐ ഫൈൻഡ് ദി ട്രഷർ ഐ വിൽ കം ബാക്ക് ഫോർ യു. അപ്പോൾ ആ ബുക്കിന്റെ ഏറ്റവും അവസാനത്തെ വരി അതാണ്, ഐ ആം കമ്മിങ് ഫോർ യു ഫാത്തിമ. അപ്പോ ഒത്തിരി ധനാഢ്യരായി കഴിയുമ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് നമ്മൾ കാണുന്ന നമ്മുടെ പഴയ സുഹൃത്തുക്കളെല്ലാം മറക്കും. പെട്ടെന്ന് ഒരു കുറെ റിച്ചസ് നമ്മുടെ കൈവശം എത്തിച്ചേരുവാണെങ്കിൽ പെട്ടെന്ന് പഴയ സാഹചര്യങ്ങളെല്ലാം മറക്കുകയും നമ്മൾ പുതിയ സാഹചര്യങ്ങളായിട്ട് അഡാപ്റ്റ് ചെയ്യുകയും നമ്മൾ അങ്ങനെ പെട്ടെന്ന് വേറൊരാളായി തീരുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ സാന്റിയാഗോ എന്ന് പറയുന്നത് പെർഫെക്റ്റ്, ഹി ഈസ് പെർഫെക്റ്റ്ലി പ്ലേസ്ഡ്. എന്തെല്ലാം പ്രോമിസുകൾ നൽകിയിട്ടുണ്ടോ അതെല്ലാം പാലിക്കാൻ തൽപരനായ പഴയ വ്യക്തിയായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കഥയുടെ അവസാനം ചെല്ലുമ്പോൾ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റു ചർച്ചകളിലേക്കായി മറ്റുള്ളവരെ കൂടി ഞാൻ ക്ഷണിക്കുന്നു. ജോബിൻ സാർ പറഞ്ഞതിനോട് ചേർന്ന് ഒന്നുകൂടി ഒരു കാര്യം കൂടെ പറഞ്ഞു വിട്ടെ. നമ്മളൊരു പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ജോബിൻ സാർ പറഞ്ഞതുപോലെ തന്നെ പുസ്തകം പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് പരിചയപ്പെടുത്തുമ്പോൾ അത് നമ്മൾക്ക് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്, അത് വായിച്ചിട്ടില്ലാത്തവർ വായിക്കാനുള്ള ഇൻട്രസ്റ്റും, വായിച്ചിട്ടുള്ളവർക്ക് അതിലൂടെ ഒന്നുകൂടി പോകാനുള്ള ഒരു അനുഭവം തരുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ജോബിൻ സാർ പറഞ്ഞതുപോലെ തന്നെ രണ്ടുപേരും വളരെ ക്രിസ്പായിട്ട് തന്നെ അതിനകത്ത് നമുക്കൊരു ഇൻട്രസ്റ്റ്, ഇനിയും അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ജനിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങൾ അത് അവതരിപ്പിച്ചത്. ഞാൻ ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പുസ്തക അവതരണത്തിന്റെ സമയത്തൊക്കെ പലരും ഒത്തിരി സമയം എടുത്തത് അവതരിപ്പിച്ചപ്പോഴൊക്കെ ഒരു കഥ പറയുകയല്ല ശരിക്കും പുസ്തക അവതരണം എന്ന് പറയുന്നത്. ആ പുസ്തകത്തിലൂടെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് അത് വായിക്കാനുള്ള ഒരു ത്വര ജനിപ്പിക്കുക, അതാണ് ശരിക്കും ഒരു പുസ്തക അവതരണം അല്ലെങ്കിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയായ രീതിയിൽ നിങ്ങൾ രണ്ടുപേരും വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. അൻഷ സന്തോഷ്, ജോബിൻ സാർ രണ്ടുപേരും നന്നായിട്ട് അവതരിപ്പിച്ചു. അൻഷ സന്തോഷ് ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നയാളാണ്, ലിറ്ററേച്ചർ പഠിക്കുന്നയാളാണ്. ജോബിൻ സാറിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാണ്. ബിടെക്, എംടെക്, PhD ഇതൊക്കെ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എങ്കിലും സാറ് വളരെ മനോഹരമായിട്ട് ഈ പുസ്തകം വിശദമായിട്ട് പരിചയപ്പെടുത്തി. ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഓർക്കുന്നു, ഈ നമ്മുടെ കോളേജിലെ ബെസ്റ്റ് പ്രാക്ടീസസ് ആയ മോർണിംഗ് പ്രയറും തോട്ട് ഫോർ ദ ഡേ, ഈ പരിപാടിക്ക് മുൻകൂട്ടി നിശ്ചയിച്ച കുട്ടികൾ വരാതെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ ജോബിൻ സാറ് അവിടെ പലപ്പോഴും തോട്ട് വായിച്ചത് ഞാൻ നന്ദിയോട് ഓർക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാർ പ്രയർ സോങ്ങും പാടിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ജോബിൻ സാർ വീണ്ടും വായിക്കുകയും ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരികയും ചെയ്യണമെന്ന് ചെറിയ റിക്വസ്റ്റോടുകൂടി ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഹലോ സന്തോഷ് സാറെ കേൾക്കാം. ഇടയ്ക്ക് സാറ് ലെഫ്റ്റ് ആയെന്ന് എനിക്ക് തോന്നാം. അതെ, എനിക്ക് ഇവിടെ അത്ര നല്ലൊരു കണക്ടിവിറ്റി പ്രശ്നമുണ്ട്. ഞാൻ വീട്ടിലല്ല, ഇന്നലെ പറഞ്ഞതുപോലെ. ഇപ്പം ഞാൻ അവസാനം ഒരു ചെറിയ തുമ്പ് കേട്ടത് ജിജി മാഷ് പറഞ്ഞതാണ്. അത് നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചതാണോ അതോ തീർന്നു? അത് മൂന്നാമത്തെ നന്ദിയാണ്. ടീച്ചർ പറഞ്ഞു, പ്രിൻസിപ്പൾ പറഞ്ഞു, ജിജി മാഷ് പറഞ്ഞു. നന്ദിയല്ല. ഓക്കെ, സോറി. ഒരല്പം അധിക പ്രസംഗത്തിലേക്ക് കടക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു മിനിറ്റ് പറയൂ സാറേ. ഞാൻ ഒരു മിനിറ്റ് ആക്കണ്ട, സാറ് ആവശ്യമുള്ള സമയം എടുത്തോ.
താങ്ക് യു വെരി മച്ച്. ഇല്ല, അധിക സമയം ഞാൻ എടുക്കുന്നില്ല. ഞാൻ പറയുന്ന കേൾക്കാമല്ലോ. ഞാനൊരു മൂലയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ഇവിടെ മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. കേൾക്കാം സാറേ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് തിരിച്ചു പറയ ഞാന് അവ്യക്തതയോടുകൂടിയാണെങ്കിലും അൻഷയുടെ അതുപോലെ ജോബിൻ സാറിന്റെയും പ്രസന്റേഷൻസ് കേട്ടുകൊണ്ടിരുന്നു. എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും എന്നെ വിസ്മയിപ്പിക്കുന്നത് നമ്മുടെ വളരെ പ്രിയങ്കരായ വിദ്യാർത്ഥിനികൾ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് എന്നെ വിസ്മയിപ്പിക്കുകയും എന്നെ അതീവ വളരെ ആഹ്ലാദം ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും സന്തോഷകരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അവര് വളരെ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി പുസ്തകം പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതിനിടയ്ക്ക് ഓടി ഒന്നൊന്ന് പരിചയപ്പെടുത്തി പോകുന്ന ഒരു ലാഘവത്തിൽ, എന്നാൽ എത്രയും കോൺഫിഡൻസോടുകൂടി എത്രയും ആഴത്തിൽ ആ വിഷയത്തെ സമീപിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ആഷ്നയുടെ കഥ പറച്ചിലിന് അവസാനം ജീവിത പാഠങ്ങളെ പറ്റി ഒന്ന് സമ്മപ്പ് ചെയ്തതൊക്കെ എനിക്ക് വളരെ 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 സന്തോഷകരമായിട്ട് തോന്നി. അതിനുശേഷം ഒരു ചെറിയ കുളിർമഴ പോലെ നമ്മുടെ ജോബിൻ സാർ എപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു ഹിസ്റ്ററിയുടെ ടച്ച് എപ്പോഴും കാണും അദ്ദേഹത്തിന്റെ എല്ലാ കമന്റുകളിൽ പോലും. പ്രസംഗം ആവണമെന്നില്ല, ചെറിയ കമന്റുകളാണെങ്കിൽ പോലും അദ്ദേഹം അതിന്റെ ചരിത്രപരമായ വശങ്ങളെല്ലാം ചിന്തിച്ച് പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഒരു കമന്റ് പറയുള്ളൂ. അത്തരത്തിൽ ഞാൻ ഈ പുസ്തകം പറഞ്ഞ പോലെ ഞാൻ പ്രത്യേകം പുസ്തകം വായിച്ചിട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം അത് അണ്ടർസ്റ്റുഡ് ആണ്. ഞാൻ പുസ്തകം അങ്ങനെ അധികം വായിക്കാറില്ല. എന്നാലും ഈ പറയുന്ന ഇപ്പൊ ഇന്നത്തെ പുസ്തകമാണെങ്കിലും ഒക്കെ ഈ പുസ്തകത്തെ കുറിച്ച് വളരെ പണ്ടേ കേൾക്കുകയും ആ പുസ്തകത്തെ പറ്റി ഉള്ള കാര്യങ്ങൾ നമ്മൾ പണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. തൊടുന്നതെല്ലാം പൊന്നാക്കാനുള്ള മനുഷ്യന്റെ കഴിവിനെ ഒന്നുകൂടെ ഉറപ്പിച്ചു തരുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറയുന്നത് കേൾക്കാന്നുള്ള ചിന്തയിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആ തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ഭംഗിയായിട്ട് രണ്ടുപേരും പ്രസന്റ് ചെയ്യുന്നു. ജോബിൻ സാർ അതിന്റെ പ്രസന്റേഷനിൽ അതിന്റെ ചരിത്രപരമായ കാര്യങ്ങളും ആ പ്രസന്റേഷനും ആ പടങ്ങളും ഒക്കെ ഈ രണ്ടുപേരുടെ പ്രസന്റേഷൻ കഴിയുമ്പോൾ എനിക്കിനി ആ പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുകയാണ്. ക്ലൈമാക്സ് എന്താണെന്ന് ജോബിൻ സാർ പറയാതിരുന്നു എങ്കിലും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് പിന്നെ ഒരു ആശങ്കയുള്ളത്, ഈ ആരെങ്കിലും അത് പങ്കുവെച്ചോന്ന് എനിക്ക് അറിയില്ല. ആശങ്ക എന്താന്ന് വെച്ചാല് ഈ ഡിസയർ ഈസ് ദ കോസ് ഓഫ് മിസറി എന്ന് ബുദ്ധ പറയുന്നുണ്ടേ. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിന് നമ്മുടെ സമർപ്പണം, എനിക്ക് വെൻ യു വാണ്ട് സംതിങ് എന്നുള്ള വാക്ക് എനിക്ക് കറക്റ്റ് വേർഡ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണെന്ന് എനിക്ക് അറിയില്ല. വെൻ യു ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ഫോർ സംതിങ് ദ വേൾഡ് വിൽ ബി വിത്ത് യു എന്നുള്ളതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമുക്ക് വലിയ പ്രാധാന്യം കൊടുക്കരുതെന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം തീക്ഷ്ണമായി ആഗ്രഹിച്ചിട്ട് അത് ലഭിക്കാതിരുന്നാൽ അത് വലിയ നിരാശയ്ക്ക് ഒരു കാരണമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന്റെ റിസൾട്ട് നോക്കാതെ ഒരു കാര്യത്തിന് വേണ്ടി നാം സമർപ്പിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്നുള്ളത് തന്നെ ഉറപ്പാണ്. പക്ഷേ സമർപ്പണത്തിൽ നിന്നൊരു നിരാശ വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ when you dedicate yourself fully for something, it will happen. The nature, God will stand with you എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ രണ്ടുപേരും അതുപോലെ അതിന് കമന്റ്സ് പറഞ്ഞ അധ്യാപകരും ഒക്കെ കൂടുതലായിട്ട് ഈ പുസ്തകത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു.
പ്രത്യേകിച്ച് ജോബിൻ സാറിന്റെ വിശകലനങ്ങളും മൽക്കി സദേക്കിന്റെ കാര്യമൊക്കെ കൂടുതലും ബിബ്ലിക്കൽ റെഫറൻസസ് അദ്ദേഹം എടുക്കുന്നുണ്ട്. പൗരോഹിത്യം അല്ലെങ്കിൽ അതിനേക്ക് അത്തരത്തിൽ പൗരോഹിത്യം അല്ലെങ്കിൽ ദൈവീകത ഉള്ളിലേക്ക് ഇതിനകത്തേക്ക് മിസ്റ്ററി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. പ്രായം കൂടുന്തോറും മിസ്റ്ററികൾ കൂടുതൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ ഈ വളരെ നമ്മൾ അറിയപ്പെടേണ്ടുന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിയ രണ്ടുപേരോടുള്ള സ്നേഹവും സന്തോഷവും, ഇത് ക്രമീകരിക്കുന്ന നമ്മുടെ ജിജിമാഷ് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള സംഘാടകരോടുള്ള സ്നേഹവും സന്തോഷവും, മിടുക്കരായി പ്രവർത്തിക്കുന്ന കുട്ടികളോടുള്ള സ്നേഹവും ഒക്കെ അറിയിക്കുന്നു. താങ്ക് യു. സാറേ, ഞാൻ സാറ് പറഞ്ഞതിനോടൊന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചതും. ജോബിൻ സാർ ആ സ്പേഷ്യാലിറ്റി കൊണ്ടുവന്നത് ബൈ ആക്ച്വലി ട്രാക്കിംഗ് ദ മാപ്പിംഗ് ദ റൂട്ട്. ഹി ബ്രോട്ട് ഇൻ എ സ്പേഷ്യാലിറ്റി. ബട്ട് അൻഷ അതിലൊരു കാര്യം പറഞ്ഞു, ജേർണി ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു. ഞാൻ അതാ പറഞ്ഞു, ഈ സ്പേഷ്യാലിറ്റിയും സ്പേഷ്യൽ ടെമ്പറൽ, സാർ പറഞ്ഞില്ല ഡിസയർ. ഞാനതാണ് പൊളിറ്റിക്കൽ കണ്ടീഷൻ ഓഫ് ദ ഹോൾ ഓഫ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. ഒരു പിനോഷയുടെ ചിലിയില് where you wake up tomorrow to see that your near ones are gone and you can't inquire about them, and then അപ്പോ ആ പ്രസന്റ്നെസ് എന്ന് പറയുന്ന സാധനത്തിനകത്ത്, അതുകൊണ്ടാണ് ഞാനൊരു ആ എക്സെപ്റ്റ് വായിച്ചത് when Colonel Orlando Borlindio faced firing squad, he thought of a distant afternoon എന്ന് പറയുന്നത്. അതായത് ടൈമിന്റെ സ്പേഷ്യാലിറ്റി, വെൻ യു ഫയറിംഗ് സ്ക്വാഡ് നോക്കി നിൽക്കുന്ന ആളാണ് ഒരു ഹോൾ ഹിസ്റ്ററി പറയുന്നത്, ഒരു ജനറേഷൻസ് ഓഫ് എ സ്റ്റോറി പറയുന്നതല്ല. ത്രൂ ദാറ്റ് പേഴ്സൺ വി ഗെറ്റ് ദാറ്റ്. വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഇസ്, it is not a movement, a teleological movement towards a goal. It is existing in time, which they find magical. ആ സാധനമാണ്. ഈവൻ ആൽക്കമിസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ വെറോണിക്ക ഡിസൈഡ്സ് ടു ഡൈ, പകുതി വഴി വെച്ച് ഞാൻ നിർത്തി ബിക്കോസ് ഇറ്റ്സ് നരേഷൻ ഐ ഡിഡ്ന്റ് ഫൈൻഡ് വെരി കാച്ചിങ്. ബട്ട് അവിടെ when she decides to die out of boredom and then she finds that she has very little time to live, ആ സ്പേസ് ഇതിനകത്ത് ഹൗ ഡസ് ഷി, ആ ടൈമിനകത്ത് ആ ജീവിക്കുന്ന സ്പേസിനെ എന്ത് രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളത്, ആ ജേർണി ഇസ് ഇമ്പോർട്ടന്റ്. അൻഷ പറഞ്ഞത് ഇസ് വെരി very very crucial there. Adana ഞാൻ പറയുന്നത്. It is not about desire, it is not about what you aim for tomorrow, you know, that is not the thing. This is about a different ipo biblical or mythinde aanengil or different sort of a spatialization of time ആണ്. ipo biblical time inde ഒക്കെ mythinde ഒക്കെ വേറൊരു തരം സ്പേഷ്യലൈസേഷൻ ആണ്. അത് പോസിബിൾ, അത് ത്രൂ നറേഷൻ. ആ നറേഷൻ പോസിബിൾ ആവുന്നത് അങ്ങനെ പ്രിക്കാരിറ്റിയിൽ ജീവിക്കുന്ന കണ്ടീഷന്റെയാണ്. അതാണ് ജോബിൻ സാർ ആ സ്പേസ് കൊണ്ടുവന്നതും അൻഷ പറഞ്ഞ ആ സാധനം, ഈ രണ്ടുമാണ് ആ ലാറ്റിൻ അമേരിക്കൻ റൈറ്റിംഗിന്റെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്ലി അണ്ടർ ദ ഷാഡോ ഓഫ് സെൻസേഴ്സ്, പീപ്പിൾ വെൻ ദേ ലിവ്, ഹൗ ഡു ദേ ലിവ്, then the fact that they are alive becomes magical. This is what is magical, real to them. That they are real is a magical thing, you know. This is what I suppose Latin American writing will convey to you if you read through Latin American fiction. And I would say Marquez is also a writer you all should read. Thank you. സാറേ, തോന്നുന്നത് നമ്മള് we have taken up a lot of time. ആർക്കെങ്കിലും ആൽക്കമിസ്റ്റ് ഒരുപാട് പേര് പിള്ളേർ ഒരു 10 പേര് വായിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു പിള്ളേർ ആരും അതിൻ്റെ കൂട്ടങ്ങ് കമന്റ് ചെയ്യണില്ല. പക്ഷെ പിള്ളേർ ഒത്തിരി പേര് കേറിയിട്ട് ഐ തിങ്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഫേസ് ചെയ്യണതുകൊണ്ടാണ് ദേ ജംപ് ഔട്ട്. എനിക്ക് റിവ്യൂവിന് എന്നാ പറയുന്നത്, നമ്മുടെ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോ അവര് ലെഫ്റ്റ് ആയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെയല്ല. പ്രസന്റേഷന്റെ സമയത്ത് തന്നെ ഇപ്പൊ ആദ്യം ഒരു 40 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് 30 ആയി, പിന്നെ 35 ആയി, ഇങ്ങനെ ഇറ്റ് ഈസ് വെരി അൺസ്റ്റേബിൾ. എനിക്ക് തോന്നുന്നു അതാണ് അൺസ്റ്റേബിൾ ആവുന്നത്, ചിലപ്പോ അതുകൊണ്ടാവാം. പക്ഷെ 40ഓളം പാർട്ടിസിപ്പൻസ് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ.
which is very positive, let me say. കാരണം 25 ആണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 40ഓളം കുട്ടികൾ ഉൾപ്പെടെ കേറി കുറെ പേര്. 43 ഇടയ്ക്ക് ഞാൻ 43 കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡേറ്റ ഒക്കെ പലരെയും അപ്പായി കാണും. രാവിലെ ക്ലാസ്സുകളൊക്കെ ഉള്ളതല്ലേ. അതാണ് എക്സാക്ട്ലി. നമുക്ക് അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്താലോ? ഞാൻ ഇന്നലത്തെ അതുല്യോട് പറയണമെന്ന് ഞാൻ വിചാരിച്ചു. അതുല്യ വളരെ നന്നായിരുന്നു കേട്ടോ. അതുല്യ വളരെ എന്താ പറയാ, ഒരിക്കലും വളരെ നന്നായിട്ട് പറഞ്ഞു വെച്ചു. ഒട്ടും ജഡ്ജ്മെന്റ് കൊണ്ടുവരാണ്ട് വളരെ നന്നായിട്ട് പറഞ്ഞു വെച്ചു കേട്ടോ. Congrats, Adulya. If I haven't already congratulated you for that, and Ansha also. Okay. So what next? ചർച്ച അവസാനിച്ചെന്ന് കരുതുന്നു. നന്ദി പറയുന്നതിനായി സജി മിസ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Respected principal, Mr. Gigi Matai, Vinci, Readers Forum, teacher in charge of Readers Forum, Vinci. I suppose Vinci is here, and all my colleagues who are here, and my students and friends. It was a wonderful time, well spent, going through fairy tale, which is, storyscapes have always enchanted, I'm sure, everyone, and not just me. And so the storytelling was wonderful, the way they reviewed, and Jobin sir, Ansha, let me begin with Ansha. Ansha, you did Ansha is a sports student aanato, and who sports inde njangalku varuna valare rare aayittulla students aanu who actually pay any attention to academics, and Ansha is one among them. So doubly prized oru asset of the English department. Thank you, Ansha, for your efforts. And Jobin sir, my very dear friend, colleague, and a person whom I find as a very honest and enterprising person. And see, the touch of excellence that he displays in everything he does, he brought that to this presentation also. And I thank Jobin sir. See, he comes from a science background, and you know how precious that they think data is. And he brought in all that, that topographical details to support his claims of the story, and made it a very interesting retelling. Thank you, Jobin, for your efforts. And all my colleagues, all my friends, and Gigi Matai definitely needs a big round of applause for making this happen, putting this together. And Vinci, of course, who needs to be congratulated for having done this. Thanks to all of you. Thank you. അതുല്യ, ഞാൻ അതുല്യയുടെയും പേര് പറഞ്ഞു, അതുല്യയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ടാണ്. റീഡേഴ്സ് ഫോറം സെക്രട്ടറി അതുല്യ ഓൾസോ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് അതുല്യ. ചർച്ച അവസാനിച്ചിരിക്കുന്നു. Shall I stop recording? Okay, Miss. Okay.